ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണായ നമഃ. രാജോവാച ബ്രഹ്മണാ ചോദിതോ ബ്രഹ്മൻ ഗുണാഖ്യാനേ ഗുണസ്യ ച യസ്മൈ യസ്മൈ യഥാ പ്രാഹ നാരദോ ദേവദർശന ഏതദ്വിദിതുമിച്ഛാമി തത്ത്വം വേദവിദാമുവര ഹരേരദ്ഭുതവീര്യസ്യ തഥാ ലോകസുമംഗളാഃ കഥയസ്വ മഹാഭാഗ യഥാഹമഖിലാത്മനി കൃഷ്ണേ നിവേശ്വനിസ്സംഗം വനസ്ത്യക്ഷേകലേവരം ശൃണ്വത ശ്രദ്ധയാ നിത്യം ഉന്നതശ്ച സ്വജേഷ്ഠിതം കാലേന നാദിദീർഘേന ഭഗവാൻ വിശതി ഹൃദി രവിഷ്ടകർണരന്ധ്രേണ സ്വാനാം ഭാവസജോജുഹം ഗുണോദിശമലം കൃഷ്ണ ശൈലസ്യ യഥാശരൽ ധൗതാത്മാ പുരുഷ കൃഷ്ണപാദമൂലം നമുഞ്ചതി മുക്ത സർവപരിക്ലേശ പാന്ധാസ്വശരണൈ യഥാ യഥാതുമതോ ബ്രഹ്മൻ ദേഹാരംഭോസ്യ ധാതുഭി യദൃച്ഛയാ ഹേതുനാ വാ ഭവന്തോ ജാനതേ യഥാ ആസീത് ഇതുവരപത്മം യോഗസംസ്ഥാനലക്ഷണം യാവാനയം വൈ പുരുഷ യത്താവയവൈ പൃഥക് താവാനസാവിധി പ്രോക്ത സംസ്ഥാവയവാനിവ അജസൃജതി ഭൂതാനി ഭൂതാത്മാ യദനുഗ്രഹാൻ ദദൃശേ യദ്രൂപം നാഭിപത്മസമുദ്ഭവ സ്വയാവിയത്ര പുരുഷോ വിശ്വസ്ഥിത്യുദ്ഭവാപ്യയ മുക്താത്മമായാം മായേഷ ശേദേ സർവഗുഹാശയ പുരുഷാവയവ്യർലോകാഃ സപാലാ പൂർവകൽപിതാഃ യോഗൈരമുഷ്ട്യാവയവാഃ സപാലൈരിതി ശുശ്രുമ യാവാൻ കൽപ്പോ വികൽപ്പോ വാ യഥാ കാലോനുമീയതേ ഭൂതഭവ്യഭവച്ഛബ്ദായുർമാനം ച യൽസദാ കാലസ്യാനുദർയാഥോ ലക്ഷ്യജൽവീ ബൃഹത്യപി യാവദ്യ കർമ്മഗതയോ യാദൃശീയദ്വിജസത്തമ യസ്മിൻ കർമ്മ സ്വഭാവായോ യഥാ യേനോപഗിഹ്യത്തെ ഗുണാനാം ഗുണിനാം ചൈവ പരിണാമമഭീപ്സതാം ഭൂപാതാളഭുവ്യോമഗ്രഹനക്ഷത്രഭൂഭൃതാം സരിത്സമുദ്രദ്വീപാനം സംഭവശ്ചിതദോദസാം പ്രമാണമണ്ഡകോശസ്യ ബാഹ്യാഭ്യന്തരഭേദത महदां चानुचरितं वर्णाश्रमविनिश्चय युगानि युगमानं च धर्मो यश्च युगे युगे अवतारानुचरितं यदाश्चर्यतमं हरेः नृणां साधारणो धर्मः सविशेषश्च यादृश श्रेणीनां राजर्षीणां च धर्मकृच्छ्रेषु जीवताम् तत्त्वानां परिसङ्ख्यानं विलक्षणं हेतुलक्षणं पुरुषाराधनयोगस्याध्यात्मिकस्य च योगेश्वरैश्वर्यगतिर्लिङ्गभङ्गस्थो योगिनां वेदोपवेदधर्माणाम् इतिहासपुराणयोः सम्भवः सर्वभूतानां विक्रम प्रतिसङ्क्रम इष्टापूर्तस्य काम्यानां त्रिवर्गस्य विधि यश्चानुशायिनां स्वर्गापाखण्डस्य च सम्भव आत्मनो बन्धमोक्षौ च व्यवस्थानं स्वरूपथ यथाल्पतन्द्रो भगवान् विक्रीडत्यात्ममायया विसृज्य वा यथा मायामुदास्ते साक्षिवद्विभुं सर्वमेतच्च भगवन् पृच्छते मेनुपूर्वश तत्त्वदुर्हस्युदाहर्तुं प्रपन्नाय महामुने अत्र प्रमाणं हि भवान् परमेष्ठीयतात्मभूः परे देहानुतिष्ठन्ति पूर्वेषां पूर्वजैः कृतं न मेघव परायन्ति ब्रह्मन्नर्शनादमि पिबतोच्युषपीयूषमन्यत्र कुपिताद्विजाल्
सूत उवाच सौपामन्त्रितो राज्ञा कथायामिति कल्पते ब्रह्मरादो वृषम्प्रीतो विष्णुरादेन संसदि प्राह भागवतं नाम पुराणं ब्रह्मसंहितं ब्रह्मणे भगवत्प्रोक्तं ब्रह्मकल्प उपादते यद्यल्परीक्षुषभा पाण्डूनामनुपृच्छति आनुपूर्व्यतत्सर्वमाख्यातुमुपचक्रमे इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां द्वितीयस्कन्धे प्रश्नविचर्नाम अष्टमोऽध्यायः सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द ഭഗവാന്റെ മഹിമയെ ബ്രഹ്മദേവൻ ശ്രീനാഥ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. വാസ്തവം ഭഗവാന്റെ മായയെ ജയിക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന് ബ്രഹ്മദേവൻ ബോധ്യപ്പെടുത്തുക. എന്നാൽ കുറച്ച് ആൾക്കാരൊക്കെ ഭഗവാന്റെ മായയെ ഭക്തിയാവുന്ന മരുന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ആ മായയെ തരണം ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും എന്നാൽ ഭഗവാന്റെ ഭക്തി ഉണ്ടെങ്കിൽ ഈ മായയെ തരണം ചെയ്യാൻ സാധിക്കുന്ന അസംഖ്യം ആൾക്കാര് അങ്ങനെ ചെയ്ത ആൾക്കാരെ കഥകള് യേഷാം സേവ ഭഗവാൻ ജയതേകനന്ദ സർവാത്മനാശ്രിതപദോ യതി നിർവ്യടീകം തേ ദുസ്തരാം അതിതരന്തി ച ദേവമായാം നൈഷാം മമാഹവിനിധീയ ശ്വസൃകാലഭക്ഷ്യേ. ഭഗവാന്റെ സർവാത്മാവായ ഈശ്വരന്റെ ആ മായയെ ജയിക്കണമെങ്കിൽ മായ എന്താണെന്ന് അറിഞ്ഞ് ആ മായയെ തരണം ചെയ്യാൻ മായയെ അവർ മനസ്സിലാക്കി മായാകരണവും അവരെ മനസ്സിലാക്കിയപ്പോൾ അത് ചെയ്യാനും അവർക്ക് സാധിച്ചു. ഈ മായ മാറണമെങ്കിൽ മായ ഇല്ലാതാവണമെങ്കിൽ ഭഗവാന്റെ മായ കൊണ്ട് തോന്നുന്നത് നൈഷാം മമാഹമിതിധീയ ശ്വസൃകാലഭക്ഷേണ മമാഹം ഈ രണ്ട് ഭാവമാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. മമ എന്നുള്ള ഭാവവും ഞാൻ എന്നുള്ള ഭാവവും ഞാനും എൻ്റേതും ഇത് മായ കൊണ്ട് തോന്നുന്നതാണ്. ഞാൻ ചെയ്തു, ഞാൻ പറഞ്ഞു, ഞാൻ കാണിച്ചു എന്നൊക്കെ തോന്നുന്നത് ഞാനും എൻ്റേത് എന്നുള്ള ഭാവത്തെ നിശേഷം കളയാൻ സാധിച്ചാൽ അവരാണ് മായ ജയിച്ചത്. കുറച്ച് ആൾക്കാർ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് മായ ജയിച്ച ആൾക്കാരെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാർ ബലി മായ ജയിച്ച ആളാണ്. കുറച്ച് ആൾക്കാരെ ബ്രഹ്മദേവ പറഞ്ഞു കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ മായയെ ഇതറിഞ്ഞ് മായാകരണം ചെയ്ത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ദുസ്തരാം അതിതരം വളരെ ബുദ്ധിമുട്ടുള്ള ആ മായയെ തരണം ചെയ്യുന്നത്. എല്ലാവരും ഭഗവാൻ മായ പ്രയോഗിക്കുകയാണ്. ഈ മായ ഇല്ലാതെയായാലാണ് യഥാർത്ഥമായിട്ട് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെ ആ മായയെ തരണം ചെയ്യാൻ സാധിച്ച കുറച്ച് ആൾക്കാരാണ്. അധികം ആൾക്കാരൊന്നുമില്ല എങ്കിലും കുറച്ച് ആൾക്കാരുണ്ടെന്നാണ്. ഭക്തി കൊണ്ട് മായ തരണം ചെയ്ത ആൾക്കാര് വേദാഹമംഗ പരമസ്യ ഹി യോഗമായം യോയം ഭവശ്ച ഭഗവാൻ അധ നിത്യവര്യ പത്നി മനോ സജ മനുശ്ച തദാത്മജാശ്ച പ്രാചീനവിർഹി ഋഭുരംഗ ഉദ ധ്രുവസ്ഥ. ഇവരൊക്കെ വാസ്തവം ബ്രഹ്മദേവൻ പറയാ ഹേ നാരദ ഇവരൊക്കെ വാസ്തവം മായ എന്താണെന്ന് അറിഞ്ഞ് ആ മായ മാറാൻ വേണ്ടി ഈശ്വരനെ സേവിക്കാനെന്ന് അറിഞ്ഞ് മായയെ തരണം ചെയ്യാൻ സാധിച്ച മഹാത്മാക്കളാണ് ഇവരൊക്കെ വാസ്തവം. അതും ആദ്യമായിട്ട് പറയുമ്പം ഭഗവാന്റെ മായ ജയിച്ച ആൾക്കാരാണ് നിങ്ങളൊക്കെ നാരദമഹർഷി പറയാ. അന്ന് മായ ജയിച്ച ആളാണ് നിങ്ങളെ പ്രജാപതിമാർ ഈശ്വരന്മാരൊക്കെ മായ ജയിച്ച ആൾക്കാരാണ്. അറിഞ്ഞ ആൾക്കാരാണ്. അപ്പൊ മായ അവരൊന്നും മായ ബാധിക്കില്ല. മായ തരണം ചെയ്യാൻ സാധിച്ച ആൾക്കാരാണ്. യൂയം ഭവശ്ച ഭഗവാൻ അഭ ദൈത്യവര്യ. നിങ്ങളെല്ലാവരും മായ ജയിച്ച ആൾക്കാരാണ്. ശ്രീശ്വരന്മാരായുള്ള ബ്രഹ്മദേവന്റെ പുത്രന്മാരായ ശ്രീശ്വരന്മാരൊക്കെ മായ ജയിച്ചു. കേൾക്കുന്ന നാരദമഹർഷിയാണ്. നിങ്ങളൊക്കെ മായ ജയിച്ച ആൾക്കാരാണ്. സർഗാദി യോഗീശ്വരന്മാരെ മായ ജയിച്ച ആൾക്കാരാണ്. പിന്നെ യൂയം ഭവശ്ച ശ്രീമഹാദേവൻ മായ ജയിച്ചാണ്. ഭഗവാനും മായ ജയിച്ചത് മഹാദേവൻ മായ ജയിച്ചത് ആദ്യം മായയെ ഭഗവാന്റെ വികാരങ്ങളെ മഹാദേവനെത്തിക്ക് വന്ന വികാരത്തൊക്കെ നശിപ്പിക്കാൻ ജയിക്കാൻ സാധിച്ചില്ല. പിന്നെ മായയെ ജയിച്ചത് ശങ്കരമോഹനത്തിലാണ്.
മായയെ ജയിച്ച അവസ്ഥ. അങ്ങനെ ഭഗവാൻ മായയെ ജയിച്ച ആളാണ് മഹാദേവൻ. ഭവശ്ച ഭഗവാൻ അഥ ദൈത്യവരിയ ഭഗവാൻ ജയിച്ചിട്ടുണ്ട്. അതുപോലെ ദൈത്യന്മാരായ അസുരന്മാരായ ആൾക്കാരിൽ പ്രധാനിയായ പ്രഹ്ലാദൻ ദേവന്മാർക്ക് മാത്രമല്ല അസുശീശ്വരന്മാർക്ക് മാത്രമല്ല ഭഗവാൻ ഭക്തി ഉണ്ടെങ്കിൽ ഏതൊരു ജീവനും മായയെ ജയിക്കാൻ സാധിക്കുന്നു കാണിച്ച പ്രധാനമായിട്ട് പ്രഹ്ലാദനെ ചൂണ്ടിക്കളി. പ്രഹ്ലാദൻ മായയെ ജയിച്ചതാണ്. കാരണം ഭഗവാന്റെ ഭക്തി ഉണ്ടാവുകൊണ്ട് അഭയമായ ഭഗവാന്റെ തൃക്കൈകളെ ശിരസ് വയ്ക്കാൻ സാധിച്ചൊരു മഹാത്മാവാണ് പ്രഹ്ലാദൻ. പ്രഹ്ലാദൻ മായയെ ജയിച്ച ആളാണ്. അതുപോലെ പത്നി മനോശ്ച മനുശ്ച ആത്മജാശ്ച പ്രാചീനവിരിഹി ഋഭുരംഗൗഹഭ്രുവശ്ച. ഈ പ്രഹ്ലാദൻ ജയിച്ച കൂട്ടത്തില് സ്വയംഭുവ മനു മായയെ ജയിച്ച ആളാണ്. 71 ചതുരകം ഭൂമിയെ ഭരിച്ച ആളാണ് മനു. ഉള്ള സമയം മുഴുവൻ അദ്ദേഹത്തെ മായ ബാധിക്കാതെ ഇരിക്കാൻ കാരണം അദ്ദേഹം സദാസമയത്തും സദാസമയത്തും ശൃണ്വകോ ധ്യായകോ വിഷ്ണു കുർവകോ ബ്രുവക കഥ നാമനുവിനെ പറ്റുള്ള സദാസമയത്തും ഈശ്വരനെ സേവിക്കുക. ആരെങ്കിലും ഭാഗവതം വായിക്കുകയാണെങ്കിൽ പോയി എന്ന് കേൾക്കുക, വായിക്കുകയാണെങ്കിൽ പോയി എന്ന് കേൾക്കുക, അല്ലെങ്കിൽ സ്വയം വായിക്കുക. ഭാഗവതം വായിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ കഥകൾ പാടുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ കഥയെ ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ച ആളാണ് മനു. അങ്ങനെയുള്ള മനു ഈ മായയെ ജയിച്ച ആളാണ്. മനോസ്വജ മനുശ്ച. അതും പത്നിയും മനുവിന്റെ പത്നിയായ ശതരൂപയും മായയെ ജയിച്ച ആളാണ്. ശതരൂപ വെച്ചാൽ 100 കണക്കിന് രൂപം എടുക്കാൻ പറ്റിയ ആളാണ്. വാസ്തവം മായയാണ്. ആ മായയെ തരണം ചെയ്യാൻ സാധിച്ചതാണ് തൻ്റെ ഭർത്താവിനെ ഈശ്വര ബുദ്ധി കൊണ്ട് സേവിക്കുക. കാരണം അവിടെ മായ ബാധിക്കാതെ കണ്ട് ഈശ്വരനെ സേവിക്കാനും അവിടെ മായ വന്നിട്ടില്ല. ആ മനുവിൻ്റെ പുത്രന്മാരും ലക്ഷണന്മാര് പറയും പോലെ തന്നെ അവരും ഭഗവാനെ സേവിച്ചു. മനുശ്ച തത് ആത്മജാശ്ച. പുത്രന്മാരായുള്ള പ്രിയവർദ്ധനും ഉത്താനപാദനും ഭഗവാനെ സേവിച്ചു. പഞ്ചമസ്കന്ധമാണ് പ്രിയവർദ്ധന കഥ. ഉത്താനപാദന്റെ കഥ ചതുർത്ഥസ്കന്ധത്തിലാണ് വർണ്ണിക്കുന്നത്. ആ പ്രിയവർദ്ധൻ പ്രിയമായ വ്രതത്തെ അനുഷ്ഠിച്ച ആളാണ്. ഭഗവാന് പ്രിയമായ കർമ്മം ചെയ്ത ആളാണ് പ്രിയവൻ. പ്രിയവതന്റെ പ്രിയമല്ല, ഭഗവാന്റെ പ്രിയം അറിഞ്ഞ് ചെയ്ത ആളാണ്. കുട്ടിക്കാലത്ത് തന്നെ പ്രിയവതൻ ഇതൊക്കെ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കി. ഈ രാജ്യഭാരം ബുദ്ധിമുട്ടാണ്, ഗൃഹഭാരം ബുദ്ധിമുട്ടൊക്കെ വളരെ ക്ലേശമുണ്ട്. ഒരു ക്ലേശവും ഇല്ലാതെ എന്താന്ന് ചോദിച്ചാൽ ഹരേ നാരായണ ഹരേ നാരായണ. ഒരു ക്ലേശമില്ല, നാമം ജപിക്കുക മാത്രമേ ഉള്ളൂ. മറ്റൊക്കെ അനവധി ബുദ്ധി. രാജ്യം ഭരിക്കുകയാണെങ്കിൽ എത്ര ആൾക്കാർ ഇഷ്ടം നോക്കണം, എന്തൊക്കെ നോക്കണം, എന്നാലും ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ജനങ്ങൾക്ക് സന്തോഷമായി രാജ്യം ഭരിക്കാൻ സാധ്യമല്ല. പ്രിയവതൻ കണ്ടെത്തി എന്നെ കൊണ്ട് പറ്റുന്നതല്ല ഈ മാർഗം. ഗൃഹഭാരവും കൂടി ചെയ്യാതെ കുട്ടിക്കാലത്ത് തന്നെ അതെല്ലാം വിട്ട് ശ്രീനാഥന്റെ പിന്നാലെ നടന്നതാണ്. നാരദോഷി പിന്നാലെ വീണിയും കയ്യിൽ പിടിച്ച നാഥന്റെ ഒപ്പം സദാസമയം നാമം ജപിച്ചുകൊണ്ടാണ് പ്രിയവതൻ. അതാണ് ഏറ്റവും സുഖം കണ്ടെത്തിയ ആളാണ്. മറ്റൊക്കെ ബുദ്ധിമുട്ടാണ്, ഇതൊരു ബുദ്ധിമുട്ടുമില്ല, നാവ് മാത്രമേ ഉള്ളൂ. അങ്ങനെ പ്രിയവതൻ മായയെ ജയിച്ചു. എന്നാൽ അദ്ദേഹത്തിന് ഇതെല്ലാം തേടി അദ്ദേഹം രാജ്യഭാരം നയിച്ചു, വിവാഹം കഴിച്ചു, കുട്ടികളൊക്കെ ഉണ്ടായെങ്കിലും ഇതൊന്നും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായി തോന്നിയില്ല. ആദ്യം ഭഗവാനെ സേവിച്ച് ആ ഭക്തിയെ സമ്പാദിക്കുക. കാരണം ഇതൊന്നും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിട്ട് ഗൃഹസ്ഥാശ്രമത്തേക്ക് പോകുമ്പം ഭാഗവതം പറയുന്നത് ആദ്യം ഈശ്വരനെ സേവിച്ചിട്ട് വേണം എന്ന ഒരു ബുദ്ധിമുട്ടും അവിടെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ എപ്പോഴും ക്ലേശമാണ്. ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ, ക്ലേശമില്ലാതിരിക്കാൻ പ്രിയവതനെ പോലെ ഈശ്വരനെ സേവിക്കാൻ സാധിക്കുന്നത് പ്രിയവതൻ മായയെ ജയിച്ച ആളാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ സഹോദരനായ ഉത്താനപാദനും മായയെ ജയിച്ച ആളാണ്. ഉത്താനപാദൻ ധ്രുവന്റെ പിതാവാണ്. ഉത്താനപാദൻ 2 പത്നിമാരുണ്ടായിരുന്നു ഉത്താനപാദന്, സുനീതിയും സുരുചിയും. സുരുചി ധ്രുവനെ കുറച്ച് സകാലിച്ച് പുറത്തേക്കാക്കിയെങ്കിലും ആ ധ്രുവൻ ഭഗവാനെ സേവിച്ച് അനുഗ്രഹം വാങ്ങുകയാണ്.
ഉത്താനപം ശരിയായ ജ്ഞാനം പൊതിച്ച് ധ്രുവനെ അഭിഷേകം ചെയ്ത് അദ്ദേഹം ഭഗവാനെ സേവിച്ച് ഉത്താന പാലങ്കാല ഉയർന്ന വഴിയിലേക്ക് പോകുന്ന ആളെന്നർത്ഥം. അങ്ങനെ ഉയർന്നു പോയ ആളാണ് ഉത്താനപുരം. അദ്ദേഹത്തിന് മായ ജയിച്ച ആളാണ്. അതുപോലെ പ്രാചീന ബലിഹി ഋഭുരംഗ ഉതധ്രുവശ്ച. പ്രാചീന ബലിഹി മഹാരാജാവ് കർമ്മഠനായിരുന്നു. സ്കന്ധം പറയുന്നതാണ് യാഗം ചെയ്ത് ഭൂമിയേക്ക് പന്ത്രണ്ടാൻ മാത്രം ഗർഭപ്പുല്ല് കൊണ്ട് യാഗം ചെയ്ത ആളാണ്. ഇത്രയും വർഷം യാഗം ചെയ്തിട്ടും ഇങ്ങനെ യാഗം ചെയ്ത് കുറെയൊക്കെ യാഗം ചെയ്താൽ യാഗദീക്ഷാർപ്പണമായി ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ മനഃശുദ്ധി ഉണ്ടാവും. അങ്ങനെ ശുദ്ധി ഉണ്ടായപ്പോഴാണ് 10 പുത്രന്മാർ അദ്ദേഹത്തിന് പ്രചേതസോ നാമ സുചേതസുത നല്ല മനസ്സുള്ള 10 പേരുണ്ടായി. അവര് കാരണം ഈ പ്രാചീന വരികും ശ്രീനാഥന്റെ ഉപദേശം നേടിയിട്ട് ഭഗവാന്റെ പാദത്തിലെത്താൻ സാധിച്ചു. കർമ്മഠനാണെങ്കിലും എല്ലാം വിട്ട് അദ്ദേഹം ഭഗവാന് തന്നെ ശരണം പ്രാപിച്ച് ഭഗവാനത്തിന് മഹാത്മാവാണ്. അതും തന്റെ പുത്രന്മാർ നിമിത്തം പ്രാചീന വരിഹിസ്തും ഭഗവാൻ ആ സത്യന സംസർഗം കൊണ്ട് മായയെ ജയിച്ച് ഭഗവാൻ എത്തിയ ആളാണ്. പിന്നെ ഈ 3 പേരായ ഒരു മഹർഷിയുടെ കഥ ഭാഗവതം പറയുന്നില്ല. ഇത് ഗർഗഭാഗവത്തിലാണ് ഋഭുവിന്റെ കഥ പറയുന്നത്. അദ്ദേഹം ഭഗവാനെ സേവിച്ച് ഭഗവാൻ എത്തിയ ആളാണ്. അങ്ങനെ നോക്കുക കഴിഞ്ഞാല് അതും ധ്രുവന്റെ പുത്രനായ അങ്കൻ, ധ്രുവനും ഇതുപോലെ കുട്ടിക്കാലത്ത് തന്നെ എല്ലാം വിട്ട് ഈശ്വരനെ സേവിച്ച് ഈശ്വരന്റെ കണ്ണിനുണ്ണിയായി മാറി ധ്രുവലോകം നേടാൻ സാധിച്ചു. അവിടെ മുകളിലുള്ള ഋഷീശ്വരന്മാരും താഴെയുള്ള ഋഷീശ്വരന്മാരും ഒക്കെ ധ്രുവനെ പ്രദക്ഷിണം വെക്കണം. ധ്രുവനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുന്ന അവസ്ഥയിലെത്തി ധ്രുവനെ ഭഗവാൻ എത്തിച്ചു. അമ്മയോടുകൂടി ധ്രുവൻ ധ്രുവലോകത്തെ പ്രാപിച്ചൊരവസ്ഥ. അതും അദ്ദേഹം മായയെ ജയിച്ച ആളാണ്. കുട്ടിക്കാലത്ത് തന്നെ മായയെ ജയിച്ച് ഭഗവാൻ എത്തിയ ആളാണ് ധ്രുവൻ. ആ ധ്രുവനും അതെ അദ്ദേഹത്തിന്റെ പുത്രൻ അങ്കനും അതുപോലെ. അങ്കൻ അച്ഛൻ മഹാഭാഗവതനായിരുന്നു, പുത്രൻ സർവേശ്വരനായിരുന്നു. പുത്രന്റെ പുത്രൻ പൃഥുമഹാരാജാവ് നിമിത്തം വേനൻ കുറച്ച് അതിക്രമം കാണിച്ചെങ്കിലും ആ പൃഥുമഹാരാജാവിന്റെ ഗുണം കൊണ്ട് ദുഷ്ടനായ വേനൻ പോലും ഭഗവാൻ എത്തിപ്പോയി. അപ്പൊ ഒരു കുടുംബത്തിൽ ഒരാൾ നല്ല ആളുണ്ടെങ്കിൽ ചീത്ത ആൾക്കാർ മുഴുവൻ അവിടെ എത്തുന്നതാണ്. വേനൻ ദുഷ്ടന. ഭാഗവത്തിലെ രാവണനെയോ ഹിരണ്യകശിപുവിനെയോ ഒന്നും പറയാത്ത പേരാ വേനൻ പറഞ്ഞത്. ആ വേനൻ പോലും ഇവിടെ പൃഥുമഹാരാജാവിന്റെ അവതാരം കൊണ്ട് അദ്ദേഹത്തിന്റെ ലീലകളെ കൊണ്ട് ആ വേനൻ പോലും ഇതെല്ലാം വിട്ട പാപം തീർന്ന ഭഗവാനെത്തി ഭഗവാന്റെ കാരുണ്യം കൊണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല് അനവധി ആൾക്കാരുണ്ടതാ ബ്രഹ്മനെ പറയാറ്. ഇങ്ങനെ ഭഗവാനെ സേവിച്ച് ഭഗവാനെത്തിയ അസംഖ്യം പേരുണ്ട്. പ്രത്യേകിച്ചും ഇക്ഷ്വാകുരൈളം മുചുകുന്ദ വിദേഹജാതി രഘ്വം പരിസകര ഗയനാഹുഷാദ്യ മാന്ധാർക്ക ശതധന്വനുരന്തി ദേവാ ദേവി ദേവപുരത്തോ ബിജമുക്തരയോധി ദീപ. ഇക്ഷ്വാകു സൂര്യവംശത്തിലെ പ്രധാന മഹാരാജാവായ ഇക്ഷ്വാകു വംശം തന്നെയാണ് പറയാറ്. ആ ഇക്ഷ്വാകു തന്റെ സൽഗുണങ്ങളെ കൊണ്ട് ഈശ്വരനെ സേവിച്ച് മായയെ തരണം ചെയ്ത് മായാനാഥനായ ഭഗവാൻ എത്തിയ ആളാണ് ഇക്ഷ്വാകു മഹാരാജാവ്. അതുപോലെ അയളൻ എന്ന് വെച്ചാൽ പുരൂരവസ്, ഇടയുടെ പുത്രനായ അയളൻ. ഈ പുരൂരവസ് ആദ്യം വിഷയിയായി മാറിയിട്ടാണ് ഉർവശിയുടെ പിന്നാലെ പുറപ്പെട്ട രംഗം. ഉർവശിയുടെ നഖം, ഉർവശിയുടെ മുടി എന്ന് പറഞ്ഞ് അവസാനം ഉർവശി ലോകത്ത് ഉർവശിക്ക് നല്ലതെന്താന്ന് ചിന്തിച്ചു. വാസ്തവം ഒന്നും ഇല്ല നല്ലതായിട്ട് എന്നുള്ള ആ ജ്ഞാനത്തെ സമ്പാദിച്ച് ഉർവശി ലോകത്തെ വിട്ട് അദ്ദേഹവും ഹരേ നാരായണ ഹരേ നാരായണ. ഈ പുരൂരവസ് പോലും ആ സജ്ജന സംസർഗം കൊണ്ട് അതും മായയെ തരണം ചെയ്ത് ആദ്യം മായ ബാധിച്ചെങ്കിലും മായയെ തരണം ചെയ്ത് അദ്ദേഹം ഭഗവാനെത്തിയ കഥ പുരൂരവസ്. അതുപോലെ മുചുകുന്ദ മഹാരാജാവ് ദേവസൈന്യാധിപനായിരുന്നു മുചുകുന്ദൻ. അദ്ദേഹം അവിടുന്നും വിരക്തി വന്നിട്ട് ഭൂമിക്ക് പുറപ്പെട്ടു. ദേവേന്ദ്രനെ കണ്ടു വെച്ചു, മോക്ഷം തരുമെന്ന് വെച്ചു. ദേവേന്ദ്രൻ കണ്ടു മോക്ഷം ഇവിടെ ഇല്ല, ദേവലോകത്ത് മോക്ഷം ഇല്ല, എനിക്ക് മോക്ഷം കിട്ടണം.
ഇന്ദ്രൻ കൊണ്ട് ഇവിടെ ഒന്നൊരു കാര്യമില്ല, പൊയ്ക്കോളൂ ഭൂമിയിരിക്കുന്ന. അങ്ങനെ ഉറക്കത്തെ വാങ്ങി ഇവിടെ വന്ന് മുചുകുന്ദ മഹാരാജാവ് സുഖമായിട്ട് വന്ന് തൻ്റെ ഉറക്കത്തിന് ഭംഗം വരുന്ന ആളെ നശിപ്പിക്കാനുള്ള കഴിവ് ഇന്ദ്രൻ കൊടുത്തിരുന്നു. അങ്ങനെ യവന മഹാരാജാവ് ചവിട്ടിയപ്പോഴാണ് മുചുകുന്ദൻ ഓർന്നത്. ആ നേത്രാഗ്രഹ യവനൻ ഭസ്മായി പിന്നെ ഉറങ്ങാൻ പറ്റിയില്ല. അപ്പൊ ഭഗവാൻ അടുത്തേക്ക് വന്നു. ഭഗവാൻ ബോധ്യപ്പെടുത്തി കൊടുത്തു. അങ്ങ് ആരാണ്? ഭഗവാൻ തന്നെ ബോധ്യപ്പെടുത്തി കൊടുത്ത് ആ ജ്ഞാനത്തെ ഉത്തമം ഈ മായ മാറിയിട്ട് മുചുകുന്ദൻ ഭഗവാനെ ഭക്തോടെ സ്തുതിച്ചു. ഇവിടൊക്കെ അവർ അങ്ങയുടെ മായ കൊണ്ടാണ് വിമോഹിതോയം ജന ഈശമായ. എല്ലാവരും അങ്ങയുടെ മായം മോഹിച്ചു പോവുകയാണ് ഭഗവാനെ. അതുകൊണ്ട് ഇനി ഈ മായാതരണം സാധിക്കാൻ, മായയെ തരണം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ പാദത്തെ സേവിക്കാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിച്ച് ആ മുചുകുന്ദൻ മായ തരണം ചെയ്ത് ഭഗവാനെ സ്നേഹിച്ച് ഭഗവാനെത്തി. മുചുകുന്ദ മഹാരാജാവ് ഭഗവാൻ എത്തിയ കഥ. അതുപോലെ വിദേഹ മഹാരാജാവ്, ദേഹത്തിൽ അഭിമാനമില്ലാത്ത ആൾക്കാരൊന്നും, അവിടെ രാജാക്കന്മാര് മുഴുവൻ ഋഷീശ്വരന്മാരെ പോലത്തെ ആൾക്കാരാണ് വിദേഹ രാജാക്കന്മാര് മുഴുവൻ. അവിടെയാണ് സീതാദേവിയൊക്കെ ജനിച്ചത്. ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ പോണ സ്ഥലമാണ് വിദേഹ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ. ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ പോവും. ദശമസ്കന്ധത്തിൽ പറയുന്ന ബലരാമസ്വാമി അവിടെ പോയി എന്ന് പറയുന്നത്. ശ്രീമന്തോപാഖ്യാനത്തിലാണ് രാവണി സംശയം തോന്നി കൃഷ്ണൻ പറ്റിയ ആൾക്കാർ ഓരോന്നും പറയുന്നത് കേൾക്കാൻ വയ്യാതെ കണ്ട് വിദേഹത്തേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. വിദേഹ രാജാക്കന്മാരൊക്കെ വാസ്തവം സദാസമയം ഭഗവാനെ സേവിച്ച് അവര് മായയെ തരണം ചെയ്ത ആൾക്കാരാണ് വിദേഹ മഹാരാജാവ്. അതുപോലെ ഗാന്ധി മഹാരാജാവ് രഘുവംശത്തിലെ പ്രധാനിയായ തെടുങ്ങുന്ന രഘുവംശം നാം തെടുങ്ങ ആ രഘുവിന്റെ വംശം സൂര്യവംശം വർണ്ണപ്രധാന. ആ രഘു ഭഗവാൻ ശ്രീരാമന്റെ മുത്തച്ഛനൊക്കെ ആ രഘു. അദ്ദേഹവും മായ തരണം ചെയ്ത് ഭഗവാൻ എത്തിയ ആളാണ് രഘു. അതുപോലെ അംബരീഷ മഹാരാജാവ്, അംബരീഷൻ മഹാഭാഗവതായി. മഹാഭാഗവത് പദവി കുറച്ചാൾക്കേ ഭാഗവത് കൊടുത്തുള്ളൂ. അതിന് പെട്ട ആളാണ് അംബരീഷൻ. അംബരീഷൻ ഈ മായയെ ജയിച്ചു. സദാസമയം ഭഗവാനെ സേവിച്ചു. ദുർവാസാവിന്റെ പരീക്ഷയിൽ പോലും വിജയിച്ച ആളാണ് അംബരീഷൻ. കാരണം ദിവസേന ദ്വാദശിക്ക് 60 കോടി പശുക്കളെ ദാനം ചെയ്യും അദ്ദേഹം. ചതുർവിധമായ ഭക്ഷണവും 60 കോടി പശുക്കളെ ഓരോ ദ്വാദശിക്കും ദാനം ചെയ്യുന്ന ആളാണ്. ഇതിന് സമയം ഉണ്ടാവുക. ചിന്തിക്കണം. ഇങ്ങനെ പറയുന്നത് വെറുതെ ആണോ ചിന്തിക്കണം. 60 കോടി പശുക്കൾ ദാനം ചെയ്യാൻ പറ്റുമോ ദ്വാദശിക്ക് എന്ന് ചോദിച്ചാൽ ചക്രം ഇവിടെ നിൽക്കാണ്. കാലം പോവില്ല. ഇത് കഴിഞ്ഞ കാലം പോവുള്ളൂ. കാലം പോവില്ല. ചക്രം, അതും ചക്രം അന്തരീക്ഷം ആവശ്യപ്പെടാതെ കണ്ട ഭഗവാൻ ചക്രത്തെ അയച്ചത്. ഇത് കാരണം അദ്ദേഹം മായയെ തരണം ചെയ്ത് ഭഗവാനെ സ്നേഹിച്ച ഭഗവാൻ എത്തിയ ആളാണ്. ഇങ്ങനെ നോക്കിയാൽ അനുമതി വരുന്നതാണ്. സകര ഗയ നാഭുഷാദ്യ സകരന്മാരെ, സകര മഹാരാജാവ്, അദ്ദേഹത്തിന്റെ പുത്രന്മാർ സഹോദരന്മാരൊക്കെ ഭഗവാൻ ആ ഗംഗാസ്പരിശം കൊണ്ട് ആ ഭഗരപുത്രന്മാരൊക്കെ ഭഗവാൻ എത്തിയതാണ്. മായയെ തരണം സാധിച്ചു. മാന്ധാത്തരന്തിദേവ ദേവവ്രതോ വിരമൂർത്തരയോതിദീപ. അതുപോലെ രന്തിദേവൻ, ദേവവ്രതം വെച്ചാൽ ഭീഷ്മര്, മഹാബലി തുടങ്ങിയ ആൾക്കാരൊക്കെ ഈ മായയെ തരണം ചെയ്ത് ഭഗവാൻ എത്തിയ ആൾക്കാരാണ്. അവരൊക്കെ മായയെ ജയിച്ച ആൾക്കാർ. അതൊന്നും ബാധകമല്ല. മായ അവരെ ബാധിക്കില്ല. മായ വിട്ട് യാതി മഹാരാജാവ് പ്രത്യേകിച്ചും ആദ്യം മായ ബാധിക്കൊണ്ടാണ് തനിക്ക് ശാപം കിട്ടിയത്. കുട്ടികൾക്ക് കൊടുത്ത് അവരെ യൗവനത്തെ വാങ്ങിയ അവസ്ഥ. അവസാനം ചിന്തിച്ച ബോധ്യായി ഈ ചെയ്യുന്നപ്രതി ശരിയല്ല എന്ന് ബോധ്യായി പൂരുവിന് യൗവനത്തെ കൊടുത്ത് വാർദ്ധക്യവും വാങ്ങി യാതി മഹാരാജാവ് പത്നിമാരോട് കൂടി നാരായണമണീയാംശം എന്നാണ് ഭാഗം. എല്ലാ പത്നിമാരോട് കൂടി യാതി മഹാരാജാവ് ഹരേ നാരായണ ഹരേ നാരായണ. അവരൊക്കെ മായയെ തരണം ചെയ്ത് ഭഗവാൻ എത്തിയ ആൾക്കാരാണ്. മഹാബലി, ഭീഷ്മര് തുടങ്ങിയ മഹാത്മാക്കളൊക്കെ. പിന്നെ അനവധി പേരെ ഭാഗവതം പറഞ്ഞു. സൗഭര്യുദർക്ക ശിബി ദേവല വിപ്ലാദ സാരസ്വതോദ്ധവ പരാശര ഭൂരിഷേണ.
യജ്ഞേ വിഭീഷണ ഹനുമതുപേന്ദ്രേണ വിദുരശ്രുതദേവരിയ. ഇവരൊക്കെ വാസ്തവം സൗഭരി മഹർഷി, മത്സ്യത്തിന്റെ അധിപതിയായിരുന്ന സൗഭരി മഹർഷിക്കും വിവാഹം കഴിക്കേണ്ട അവസ്ഥ വന്നു. അതും മാന്ധാതാര മഹാരാജാവിന്റെ പുത്രിയെ ചോദിക്കുക. കാരണം അവിടെ അന്യോന്യം അവര് കലഹായി പുത്രിമാർ. ഇദ്ദേഹം സുന്ദരനായിട്ട് വന്നിട്ടാണ് ചോദിച്ചത്. അങ്ങനെ ആ പെൺകുട്ടികൾ 50 പേരെയും ഒന്നിച്ച് ഇദ്ദേഹം വിവാഹം കഴിച്ച സൗഭരി പുരിയൊക്കെ ഉണ്ടാക്കി 500 ചില്ലാനും കുട്ടികളൊക്കെ ഉണ്ടായി സൗഭരി മഹർഷിക്ക്. ഇങ്ങനെ ഇരിക്കെ അദ്ദേഹം ചിന്തിച്ചപ്പോഴാണ് ഇത് ഭഗവാന്റെ മായയാണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഭാര്യമാരോട് കൂടി അദ്ദേഹം ഭാര്യമാർക്ക് ഇദ്ദേഹമാകുന്ന സജ്ജന സംസർഗം ഉണ്ടാവുകൊണ്ട് ഈ 51 പേരും ഹരേ നാരായണ ഹരേ നാരായണ 51 പേരും ചില ആചാര്യന്മാർ പറയാറുണ്ട്. സൗഭരി ഭഗവാനെ സേവിക്കൊണ്ട് വൈകുണ്ഠത്തേക്ക് 51 ടിക്കറ്റ് എടുത്തു. സൗഭരി മഹർഷി ഈ വിവാഹം കഴിച്ചുകൊണ്ട് അവർക്കൊക്കെ സജ്ജന സംസർഗം നേടാൻ സാധിച്ചു. അതുവഴി 51 പേരും മായയെ തരണം ചെയ്ത് ഭഗവാൻ നിത്യകഥ. അതുപോലെ ശിബി മഹാരാജാവിന്റെ അവസ്ഥ, ശിബിയും മാംസം തന്റെ മാംസത്തെയാണ് കൊടുക്കാൻ ചെയ്തത്. പക്ഷി പ്രാവും പരുന്തും കൂടി ഇവിടെ വന്നപ്പം മാംസം വേണമെന്ന് പറഞ്ഞപ്പോൾ ആ പ്രാവിന്റെ തൂക്കം മാംസം മുറിച്ച് ഗ്ലാസ് വെക്കാൻ പുറപ്പെട്ടപ്പോഴാണ് അവസാനം തൂക്കാവാനപ്പോൾ അദ്ദേഹം തന്നെ കയറി നിന്നത് ഭഗവാന്റെ മായയാണെന്ന് പിന്നെ ആ മായയെ തന്നം ചെയ്ത മഹാരാജാവും ഭഗവാൻ നിത്യകഥ. സാരസ്വത ഉദ്ധവൻ തുടങ്ങിയ ആൾക്കാരും, ഉദ്ധവൻ കുട്ടിക്കാലത്ത് തന്നെ മായാതരണം ചെയ്ത ആളാണ് ഉദ്ധവൻ. കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹം 5 വയസ്സായപ്പോ പോലും കളിക്കാൻ വേണ്ടിയുള്ള സാമഗ്രികളൊക്കെ വേണ്ടാന്ന് വെച്ച് അദ്ദേഹം ഈശ്വരനെ സേവിച്ച ആളാണ്. കുട്ടിക്കാലത്ത് പോലും അമ്മ ഉദ്ധവനെ വിളിക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടി. രാവിലെ പ്രാതൽ കഴിക്കാൻ വേണ്ടി ഉദ്ധവന്റെ മാതാവ് ഉദ്ധവനെ വിളിക്കുമ്പം ഉദ്ധവൻ പറയാതെ ഈ പൂജ കഴിയട്ടെ, ഇതിന് കഴിക്കാം. എന്നാ പൂജയ്ക്ക് ദ്രവ്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു അമ്പലം ഉണ്ടാക്കുക, നമസ്കരിക്കുക, അതൊരു കല്ലുകൊണ്ടൊക്കെ അമ്പലം ഉണ്ടാക്കുക. അങ്ങനെ കുട്ടിക്കാലത്ത് തന്നെ ഈശ്വരനെ സേവിച്ചൊരു മഹാത്മാവാണ്. കുട്ടിക്കാലത്തെ മായയെ ജയിക്കാൻ സാധിച്ച ആളാ. പിന്നെ ഭഗവാന്റെ പ്രധാനമന്ത്രിയായി ഭഗവാനോട് കൂടിയിട്ട് ഒന്നിച്ചുണ്ടാവുകൊണ്ട് മായാനാഥനായ ഭഗവാന്റെ ഒപ്പമാവുകൊണ്ട് അദ്ദേഹവും മായയെ ജയിച്ച ആളാണ്. ഉദ്ധവൻ, പരാശര മഹർഷി തുടങ്ങിയ ആൾക്കാര്, വിഭീഷണൻ, ഹനുമാൻ തുടങ്ങിയ വിഭീഷണൻ രാവണപക്ഷത്തൊന്നും മാറിയിട്ടാണ് അദ്ദേഹം മായയെ ജയിച്ച് ശ്രീരാമൻ അഭയം തേടിയ ആള്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അനവധി പേരാണ്. പ്രത്യേകിച്ചും വിദുരൻ, ശ്രുതദേവൻ തുടങ്ങിയ ബ്രാഹ്മണൻ. വിദുരനാണെങ്കിൽ ധർമ്മത്തിന്റെ സ്വരൂപമാണ്. അദ്ദേഹം മായയെ വിട്ട് അതും ഭഗവാനെ സേവിച്ച് തന്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തെയും കൂടി മോക്ഷം കൊടുത്ത ആളാണ്. ഇത് താൻ മാത്രമല്ല, തന്റെ നന്മ കൊണ്ട് വലിയ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിക്കും പോലും മോക്ഷം കൊടുത്ത ആളാണ് വിദുരൻ. അദ്ദേഹം ഞാൻ നന്മകളെ കാണിച്ചു തന്നു. പിന്നെ ശ്രുതദേവ ബ്രാഹ്മണൻ, ബഹുളാശ മഹാരാജാവിന്റെ കഥ പറഞ്ഞ് ശ്രുതദേവനും അതുപോലെ തന്നെയായിരുന്നു. ശ്രുതദേവ ബ്രാഹ്മണൻ 2 ദിക്കും ഭഗവാൻ ഒരേ സമയത്ത് പോയ രംഗം ഭാഗവത ദശമസ്കന്ധത്തിൽ പറയുന്നുണ്ട്. ഒരേ സമയത്ത് ബഹുളാശ മഹാരാജാവും ശ്രുതദേവ ബ്രാഹ്മണനും ഭഗവാനെ ക്ഷണിച്ചു. ഭഗവാൻ പരിവാരങ്ങളോട് കൂടിയാണ് പോയത്. കുറെ രാജാക്കന്മാരുണ്ട്, കുറെ ഋഷീശ്വരന്മാരുണ്ട്. ഇവരൊപ്പമാണ് ഭഗവാന്റെ യാത്ര. അങ്ങനെ 3ഉം കൂടിയ വഴിയിൽ വെച്ച് തേര 2ആയിട്ട് മാറി. ഒന്ന് ബഹുളാശ്വന്റെ കൊട്ടാരത്തേക്കാണ്, മറ്റത് ബ്രാഹ്മണന്റെ ഭവനത്തേക്കാണ്. തേര 2ആയിട്ടാണ് മാറി. അതിൽ ആൾക്കാർ മുഴുവൻ 2ആയിട്ട് മാറി. രാജാവ് രാജോചിതമായ ഭിക്ഷയാണ് കൊടുത്തത്. ബ്രാഹ്മണൻ അദ്ദേഹം സാത്വിക സമ്പ്രദായമുള്ള ഭക്ഷണമാണ് കൊടുത്തത്. അദ്ദേഹമാണെങ്കിൽ ബാലിഹണോ ക്ഷീര ശിവാമൃതാംബുഭിർമൃതാസുരഭ്യ തുളസി കുശാംബുജൈന. അദ്ദേഹം മൺകുളത്തില്
കുറച്ച് വെള്ളം കൊണ്ടുവച്ചു. അക്ഷതും ദർഭപ്പുല്ലിട്ട വെള്ളം കൊണ്ടുവച്ചു, തുളസിപ്പൂവിട്ട വെള്ളം കൊണ്ടുവച്ചു. 2 നെല്ലിക്കയും ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ച് ഭഗവാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ദർഭപ്പുല്ലിനെ കൊണ്ടൊരു പായ കൊണ്ടുവന്ന് ഭഗവാനെ പിടിച്ചിരുത്തി ബ്രാഹ്മണൻ നമസ്കരിക്കുക. ഇവരെ ആരും ബ്രാഹ്മണൻ കണ്ടിട്ട് ഒപ്പം വന്ന ആൾക്കാരെ ആരും. അങ്ങനെ ഭഗവാനെ സർവാത്മന ആശ്രയിച്ച സുഖദേവ ബ്രാഹ്മണനും ഭഗവാൻ എത്തിയുണ്ട്. അദ്ദേഹം മായയെ തരണം ചെയ്ത് ഭഗവാൻ എത്തിയ കഥ ഇങ്ങനെ അനവധി പേരാണ് മായാ തരണം ചെയ്ത് ഭഗവാൻ എത്തിയ ആൾക്കാർ. അസംഖ്യം പേരാണ്. ദേവൈ വിതന്തി അതിതരന്തി ച ദേവമായാം സ്ത്രീ ശൂദ്രഭൂളശബര അഭിപാപജീവ യത്യത്ഭുത ക്രമപരായണ ശീലശിക്ഷാസ്ഥിര്യജന അഭി കിമു സുതധാരണായേ. ഇനി ഇവര് മാത്രമല്ല, അസംഖ്യം പേരുണ്ട്. ഒന്നും അറിയാത്ത പാപം ചെയ്ത ജീവന്മാര് പോലും, വെറും മഹാപാപം ചെയ്ത ജീവന്മാര് പോലും ദേവൈ വിതന്തി അതിതരന്തി കടക്കാൻ ബുദ്ധിമുട്ടുള്ള ദേവമായയെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കണ്ട് സ്ത്രീ ശൂദ്ര ഹൂണ ശബരാവിപാപജീവ സ്ത്രീകള്, ശൂദ്രന്മാര്, ഹൂണൻ തുടങ്ങിയ ആൾക്കാർ പോലും ഭഗവാനെ സേവിച്ച് ഭഗവാൻ എത്തിയിട്ടുണ്ട്. അവർക്കൊന്നും വാസ്തവം വേദങ്ങളോ വേദകർമ്മങ്ങളോ പറയാത്ത ആൾക്കാർ പോലും ശ്രീരാമ അവതാരത്തില് ഭഗവാന്റെ ആനന്ദം കണ്ടെത്തിയത് ഇവിടെ രാമൻ ലക്ഷ്മണനോടും സീതയോടും കൂടി കാട്ടിൽ പോയ രംഗം. അവിടെ പോയപ്പോഴാണ് ഭരതൻ പിന്നാലെ അവിടെ എത്തിയിട്ട് ഭരതന്റെ മുഖത്തുനിന്ന് കേട്ടു രാമനെ വിളിച്ച് ദശരഥ മഹാരാജാവ് അന്ത്യശ്വാസം വലിച്ചു എന്ന് കേട്ടു. എന്നിട്ട് അവിടുന്നാണ് അച്ഛന് വേണ്ട ശേഷക്രിയൊക്കെ അവിടുന്നാണ് ചെയ്തത്. എന്നാൽ ആ ഭഗവാൻ നോക്കൂ, അച്ഛന്റെ സുഹൃത്തായുള്ള പക്ഷി രാമന്റെ മടിയിൽ കിടന്നാണ് രാമകഥകൾ പറഞ്ഞുകൊണ്ട് രാമകഥ ഏറ്റും കൊണ്ടാണ് ആ പക്ഷി ഭഗവത് പാദത്തിൽ. ആ പക്ഷിക്ക് വേണ്ട ശേഷത്തെ ഇതിനേക്കാളും ഭംഗിയെ ചെയ്ത ആളാണ്. അവരൊക്കെ മായയെ ജയിച്ച ആളാണ്. പിന്നെ ഭഗവാൻ ശബരിയെ കണ്ട് ശബരിയുടെ പൂജ സ്വീകരിച്ചു. ശബരി വാസ്തവം ബാണജാതിയിൽപ്പെട്ടതാണ്. വലിയ ജ്ഞാനമൊന്നുമില്ല, ഒന്നും അറിയില്ല. അങ്ങനെയുള്ള ശബരി ഭഗവാന് നല്ല മധുരമായ ഭക്ഷണത്തെ കൊടുത്തപ്പം ആ ഭക്ഷണത്തെ സ്വീകരിച്ച ഭഗവാൻ ശബരി അനുഗ്രഹിച്ച കഥ. അവരൊക്കെ മായയെ ജയിച്ച ആൾക്കാർ. അപ്പൊ ഉയർന്ന കുലന്നല്ല, സർവാത്മന ഭഗവാൻ ആശ്രയിക്കുന്ന ആൾക്കാര് ഈ ബുദ്ധിമുട്ടുള്ള മായയെ തരണം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കണ്ട് സാധിക്കുന്ന. ഇതിൽ കൂടി ഭാഗവതം ബോധ്യപ്പെടുത്താം. മായ വരേണ്ടതാ തോന്നിയാല് ചെയ്യേണ്ടത്. മായ വരുമ്പോ മായയെ മായങ്ങളെ പിടിക്കാതിരിക്കാൻ ചെയ്യേണ്ടത് ശ്രീഹരിയെ സർവാത്മന ആശ്രയിക്കുന്ന ആൾക്കാർക്ക് മായ ബാധകമല്ല. മായ അങ്ങോട്ട് വരികയെന്ന്. അവരൊക്കെ ഭഗവാനെ സേവിച്ച് അതും അറിവൊന്നും ഇല്ലാത്ത എത്ര ആൾക്കാരാണ് ഇങ്ങനെ ശ്രീഹരിയെ സേവിച്ച് മായ ഇല്ലാതാക്കിയത്. ശശ്വൽ പ്രശാന്തമഭയം പ്രതിബോധമാത്രം ശുദ്ധം സമം സദ സദ പരമാത്മതത്വം ശബ്ദോ നയത്ര പുരുകാരകവൻ ക്രിയാർത്ഥോ മായാപരൈത്യഭിമുഖേന വിരജ്യമാന. ഈ മായ തരണം ചെയ്യാൻ വേണ്ട എന്താന്ന് വെച്ചാൽ എപ്പോഴും ശാന്തനായിരിക്കും. ദേഷ്യം ലവലേഷം പ്രശാന്തനം പ്രകൃഷേണ ശാന്തനായിട്ടിരിക്കണം. എപ്പെന്ത് വന്നാലും ശാന്തത മുഖത്തൊന്നും പോകരുത്. ദേഷ്യം എന്ന വികാരം ദേഷ്യം നമ്മൾ വരുന്നതല്ല, അത് സ്വാഭാവികമായിട്ട് വരുന്ന ദേഷ്യം. ആ ദേഷ്യത്തെ ഒതുക്കാൻ ഈശ്വര സേവ കൊണ്ട് ദേഷ്യത്തെ ഒതുക്കാൻ കുറച്ച് കൊണ്ടുവരാം. എന്നാൽ ദേഷ്യത്തെ ഒട്ടിക്കഴിഞ്ഞാല് പിന്നെ അഭയത്തെ കൊടുക്കാൻ സാധിക്കാം. ഭയം ഇല്ലാത്ത അവസ്ഥ. ദേഷ്യം കുറഞ്ഞാൽ ഭയം ഇല്ലാതായി, പിന്നെ അഭയമായി. അങ്ങനെ ദേഷ്യത്തെ കുറച്ച് അഭയത്തെ കൊടുക്കാൻ സാധിക്കാൻ ജ്ഞാനം സംഭവം പ്രതിബോധമാത്രം ശുദ്ധം സമം സദസദ പരമാത്മ. അവത്തുക്കളായിട്ട് ബന്ധം വേണ്ടാന്ന് വെച്ച് സത്തുക്കളായി ബന്ധപ്പെട്ട ആ യഥാർത്ഥ ജ്ഞാനത്തെ ഈശ്വരനെ ശരിക്കും മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാല്
ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഭഗവത് അഭിമുഖമായിട്ട് ഭഗവാൻ സമർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും. ശബ്ദോ നയത്ര ഒരു കാരകവൻ ക്രിയാർത്ഥോ മായാപാരയിത്യഭിമുഖേച വിരജ്യമാന. ഇങ്ങനെ കർമ്മങ്ങളൊക്കെ ഭഗവാനിൽ അർപ്പിച്ച സർവാത്മന ഭഗവാനെ ധ്യാനിച്ച് ഭഗവാനെ സേവിച്ച് കഴിഞ്ഞാൽ മായ ഇങ്ങോട്ട് അടുത്തേക്ക് വരാൻ ലജ്ജിക്കുന്ന, മായ അടുത്തേക്ക് വരില്ല. ഇതാണ് മായ വരാതിരിക്കാൻ ചെയ്യേണ്ടത്. ആദ്യം തന്നെ ചെയ്യേണ്ടത് ദേഷ്യം ഇല്ലാതാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ദേഷ്യം കൊണ്ട് ഏറ്റവും വലിയ ദുഷിച്ച വികാരമാണ് ദേഷ്യം. ആ ദേഷ്യം ഇവിടെ വരേണ്ടതെന്ന് തോന്നിയാൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഭാഗവതം പറയാം. ദേഷ്യം വരേണ്ടതെന്ന് തോന്നിയാൽ ദേഷ്യത്തെ ഒതുക്കാൻ ചെയ്യേണ്ടത് ഹരേ നാരായണ ഹരേ നാരായണ. ഈശ്വരനെ സർവാത്മന ആശ്രയിച്ച ദേഷ്യം അതിൻ്റെ വഴിക്ക് ഇങ്ങനെ 4 പ്രാവശ്യം ജപിച്ചാൽ ദേഷ്യം പിന്നെ ഇങ്ങോട്ട് വരില്ല. ദേഷ്യം വരാണ്ടായി കഴിഞ്ഞാൽ അവിടെ ഭയം അഭയം ആയി കഴിഞ്ഞാൽ അപ്പൊ ചെയ്യണ കർമ്മങ്ങളൊക്കെ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് സർവാത്മന ഭഗവാൻ ആശ്രയിക്കുകയാണെങ്കിൽ മായ ഇങ്ങോട്ട് വരാൻ ഭയപ്പെടും, ലജ്ജിക്കുന്ന. ഇയാളെത്തി പോയിട്ട് കാര്യമില്ല എന്ന് വെച്ചാൽ അങ്ങോട്ട് പോവാതെയാവുന്ന മായ തന്നെ ഞാൻ സാധിക്കും. തദ്വൈ പദം ഭഗവത പരമസ്യ പുംസോ ബ്രഹ്മേതി യത് വിദുരജസ്ര സുഖം വിശോകം സ്വാധ്യനിയമതയോ യമകത്തേതി യഹ്യുസ്വരാടിവ നീപാനഘനിത്രമിന്ദ്ര. അങ്ങനെ ആ ദേഷ്യം ഒതുക്കിക്കഴിഞ്ഞാല് പിന്നെ നമുക്ക് വേണ്ടാത്തൊരു വികാരം വരില്ല. അവ ഭേദബുദ്ധി ഇല്ലാതാവും. എല്ലാവരെയും ഒരുപോലെ വന്ദിക്കാൻ സാധിക്കും. അങ്ങനെ വന്ദിക്കാൻ സാധിക്കുന്ന ആൾക്കാരെ മായ ബാധിക്കാൻ വരൂല്ല. മായ അവരത്തേക്ക് മായ ഏതെങ്കിലും ദോഷമുണ്ടെങ്കിൽ ദോഷത്തിൽ കൂടിയേ മായ കയറുള്ളൂ. ദോഷമില്ലെങ്കിൽ മായക്ക് കയറാൻ പറ്റണ്ടേ. മായ വരുന്നില്ല. മായ തന്നെ ഇതേ ഏകമാർക്കുള്ളൂ എന്നാണ്. ഭഗവാൻ ഭാവസ്വഭാവവിഹിതസ്യ സദപ്രസിദ്ധി ദേഹേ സ്വധാതു വിഗമേനു വിശീര്യമാണേ വ്യോമേവ തത്ര പുരുഷോ ന വിശീര്യതേജ. ഇതറിഞ്ഞുകൊണ്ട് മായയെ തരണം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. എല്ലാത്തിലും ജീവരൂപേണ വർത്തിക്കേണ്ട ഈശ്വരനാണ്. ഞാൻ ഒരാൾ ദേഷ്യപ്പെട്ടാൽ ഞാൻ ദേഷ്യപ്പെടുന്നത് എന്നോട് തന്നെയാണ് എന്ന ഭാവത്ത് ആരോടും ദേഷ്യം വരാതെ കണ്ട് എല്ലാവരെയും ഒരുപോലെ കണ്ട് എല്ലാവർക്കും വേണ്ടതൊക്കെ കൊടുക്കുന്നത് ഈശ്വരനാണെന്ന ഭാവത്തിൽ ആ ഈശ്വരനൊന്നും ബാധകമല്ല എന്നിരിക്കെ ആ ഈശ്വരനെ സർവാത്മന ആശ്രയിച്ചാല് ഈ മായ ബാധിക്കാതെ കണ്ട് മായ അങ്ങോട്ട് വരാതെ കണ്ട് മായ വന്നു തരണം ചെയ്യല്ല, മായ അങ്ങോട്ട് വരുന്നില്ല. ഇങ്ങനെ ഈശ്വരനെ സർവാത്മന ആശ്രയിച്ചാൽ ഇതാണ് നാരദാ വേണ്ടത് കിട്ടും. നാരദോഷി ഇത് എനിക്ക് ഭഗവാൻ തന്നെ പറഞ്ഞു തന്നതാണ് കേട്ടോ. നാരദ ഇതം ഭാഗവതം നാമ എന്നേ ഭഗവതോദിതം സംഗ്രഹോയം വിഭൂതീനാം ത്വമേതഭുരീഗുരു. ഇത് എനിക്ക് ഇതാണ് ഭാഗവതം. ഇത് എനിക്ക് എന്നേ ഭഗവതോദിതം. എനിക്ക് ഭഗവാൻ തന്നെ എനിക്ക് ഉപദേശിച്ചെന്നാണ്. ഭഗവാന്റെ അവതാരങ്ങള് അതും ഐശ്വര്യങ്ങൾ നിറഞ്ഞുള്ള ഭഗവാന്റെ പല പല അവതാരങ്ങളെ എനിക്ക് ഭഗവാൻ പറഞ്ഞു തന്നു. അത് ഞാൻ ആ നടക്കും പറഞ്ഞു. നിനക്ക് ഈ അവതാരങ്ങളൊക്കെ മനസ്സിലായില്ലെങ്കിൽ നീ ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചാൽ ഇതിന്റെ പേരാണ് ഉണ്ണി നാരദ ഭാഗവതം. പിന്നെ ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ അവതാരങ്ങളും മായാകരണവും ചേർന്നതാണ് ഭാഗവതം. ഇതാണ് ഭാഗവതം. ഇത് എനിക്ക് ഭഗവാൻ തന്നെ ഉപദേശിച്ചതാണ്. ഇത് നാരദ കേട്ട് എനിക്ക് ശ്രീനാരായണമൂർത്തിയായ ഭഗവാൻ ഉപദേശിച്ച് ഈ ഭാഗവതം ഞാൻ നിനക്ക് പറഞ്ഞു. പക്ഷെ നീ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് ചുരുക്കിയാണ് പറഞ്ഞിട്ട് സംഗ്രഹോയം വിഭൂതീനാം ത്വമേതത് വിഭൂതി. നീ ഇത് വിസ്തരിച്ച് വർണ്ണിക്കണം. കാരണം മോഹൻലാൽ കേൾക്കാൻ മോഹൻലാൽ മുന്നിൽ പോയിട്ട് വിസ്തരിച്ച് വർണ്ണിക്കണം. അവർക്ക് കേൾക്കാനും ഭഗവത് സ്വരൂപത്തെ കാണാനും ഉള്ള ആകാംക്ഷ ഉണ്ടാവാൻ പാകത്തിന് വർണ്ണിക്കണം. ഇതാണ് അഷ്ടമസ്കന്ധത്തില് നാരദൻ ചെയ്ത് ഭഗവാന്റെ മഹിമയെ മോഹിന്യ അവതാരത്തെ മഹാദേവനെ പോയി അറിയിച്ചത്.
മഹാദേവനെ പോയി അറിയിച്ചപ്പോഴാണ് ഇത് കേട്ടപ്പം മഹാദേവനെ കാണാൻ പോകണ്ടേ. ഭഗവത് സ്വരൂപത്തെ ഇങ്ങനെ വർണ്ണിക്കണം. കേൾക്കുന്ന ആൾക്ക് ഒരു പുസ്തകം വാങ്ങണം, ഒരു അധ്യായം വായിക്കണം എന്ന് തോന്നുന്ന ഭാവത്തില് വേണം ഭാഗവതം വർണ്ണിക്കണം. കേൾക്കുന്ന ആൾക്ക് ഉറക്കം വരട്ടെ എന്നല്ല, കേൾക്കുന്ന ആൾക്ക് ഭക്തി ഉണ്ടാവണം എന്നാണ്. യഥാഹരൗ ഭഗവതി ഭവിഷ്യതി സർവാത്മന്യഖിലാധാരേ ഇതി സങ്കല്പ്യ വർണ്ണയ. ഇങ്ങനെ സങ്കല്പിക്കണം. സങ്കല്പിക്കേണ്ടത് എന്താന്ന് ചോദിച്ചാൽ ഇത് കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ ഭഗവത് പാദ ഭക്തി ഉണ്ടാവണേ എന്ന് സങ്കല്പിക്കണം. കേൾക്കുന്ന ആൾക്കൊക്കെ കൃഷ്ണഭക്തി ഉണ്ടാവണേ. അങ്ങനെ കൃഷ്ണഭക്തി ഉണ്ടാവാൻ പാകത്തിന് വേണം ഭാഗവതം വായിക്കാനും പറയാനൊക്കെ. അപ്പൊ അതിന് പാകത്തിന് പറഞ്ഞോളൂ. നാദ യഥാഹരൗ ഭഗവതി ഭക്തിർഭവിഷ്യതി സർവാത്മന്യഖിലാധാരെ. അതും സർവസ്വരൂപനായ ശ്രീഹരിയുടെ കഥകളാണിത്. ഈ ശ്രീഹരിയുടെ കഥകള് കേൾക്കുന്ന ആൾക്കാർക്ക് ഏത് രൂപത്തിലാണോ ഭക്തി ഉണ്ടാവുക അതിന് പാകത്തിന് പറയണം. ഭക്തി ഉണ്ടാവുക ഏത് രൂപത്തിലാണോ അതിന് പാകത്തിന് അത് സങ്കല്പിക്കണം. ഇത് ആചാര്യന്മാർക്കുള്ള ഉപദേശമാണ്. ഭാഗവതം വായിക്കുന്ന ആൾക്കാർക്ക് ഇത് കേൾക്കുന്ന ആൾക്കാർ ഇനിയും ഇനിയും കേൾക്കണം. ഇനിയും ഇനിയും ഭാഗവതം കേൾക്കണമെന്നും ഭാഗവതം പാടണമെന്നും നാമം ജപിക്കണമെന്നും അവർക്ക് തോന്നണം. അതിന് പാകത്തിൽ വേണം നാരദ ഇത് വർണ്ണിക്കാന്ന് പറഞ്ഞ ശ്രീനാഥ മഹർഷിയെ ബ്രഹ്മദേവൻ അത് അനുഗ്രഹിക്കും. എങ്ങനെ ഭക്തി ഉണ്ടാകുന്ന രൂപത്തിൽ വർണ്ണിച്ചോളുന്നാണ്. കാരണം ഭഗവാൻ ഏതുകൊണ്ടാ സന്തോഷിക്കാൻ നിശ്ചയില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ സന്തോഷിക്കാൻ ഏത് കർമ്മം കൊണ്ടാ നിശ്ചയില്ല. ആരോടാ ഭഗവാൻ സന്തോഷിക്കാൻ നിശ്ചയില്ല. ബ്രാഹ്മണ ജന്മം കിട്ടിയാൽ ഭഗവാൻ സന്തോഷിക്കണമെന്നില്ല. നമ്മളെ കർമ്മങ്ങളെ കൊണ്ട് ഭഗവാൻ സന്തോഷിക്കണമെന്നില്ല. എന്നാ ഭഗവാൻ സന്തോഷിക്കാതിരിക്കില്ല ഭക്തി ഉണ്ടായ. ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ഭഗവാൻ ആരായിക്കോട്ടെ ഏതൊരാളോടും ഭഗവാൻ സന്തോഷിക്കും. ഭക്തി ഇല്ലെങ്കിൽ ഭഗവാൻ ആരോടും സന്തോഷിക്കുക. എല്ലാ കർമ്മത്തിൻ്റെയും ഉദ്ദേശം ശ്രീകൃഷ്ണ പാദഭക്തിയാണ്. ആ ഭക്തി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ച് ബ്രഹ്മദേവൻ ശ്രീനാഥ മഹർഷിക്ക് ഇത് ഉപദേശിച്ചു കൊടുത്തു. ഭക്തി ഉണ്ടാവണ ഭാവത്തിൽ വർണ്ണിച്ചോളുക. അതും എല്ലാവരും ചെയ്യേണ്ട ലീലാം വർണ്ണേതു ഓമുഷ്യ ഈശ്വരസ്യ അനുമോദിത ശൃണ്വത ശ്രദ്ധയാ നിത്യം മായയാത്മാനമുഹ്യതി. ഭഗവാൻ ലീലകളെ ശ്രദ്ധയോടുകൂടി വർണ്ണിക്കുക, ശ്രദ്ധയോടുകൂടി കേൾക്കുക. അതിനെ ശ്രദ്ധയോടുകൂടി കേട്ട് വർണ്ണിക്കുന്നത് കേട്ട് അനുമോദിക്കുകയാണെങ്കിൽ ലീലാം വർണ്ണയത് ഓമുഷ്യ ഈശ്വരസ്യ അനുമോദിത ശൃണ്വത ശ്രദ്ധയാ നിത്യം. നിത്യേന ഭഗവാന്റെ കഥ ശ്രദ്ധയോടുകൂടി കേൾക്കുക, അത് കീർത്തിക്കുക. ശ്രദ്ധയോടുകൂടി ഭാഗവതം വായിക്കുക, ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ കഥകള് കേൾക്കുക, കീർത്തിക്കുക. അതിനെ അനുമോദിച്ചാൽ അവരെ മായ ബാധിക്കില്ല. മായയാത്മാനമുഹ്യതി. അവരെ മായ ലവലേശം ബാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തും. മായ ബാധിക്കാതിരിക്കാൻ എന്നും ഭഗവാന്റെ കഥകള് നിത്യേന ഒരധ്യായം തന്നെങ്കിലും പറ്റിങ്കധ്യായം വായിക്കുക, അതി ഒരധ്യായം തന്നെങ്കിലും നിത്യേന പാരായണം ചെയ്യുക. അല്ലെങ്കിൽ ആരെങ്കിലും ഭാഗവതം വായിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് കേൾക്കുക, അല്ലെങ്കിൽ സ്വയം പാരായണം ചെയ്യുക. ഇടയ്ക്കതിന്റെ അർത്ഥവും നോക്കുക. ഭാഗവതാർത്ഥത്തെ മനസ്സിലാക്കിയിട്ട് ഇനി ആരെങ്കിലും വായിക്കുകയാണെങ്കിൽ അതിനെ അനുമോദിക്കുക, പുച്ഛിക്കാതെ കണ്ട്. നമ്മളോ ചെയ്യുമ്പോൾ അതാണ്. കാരണം വായിക്കാൻ പുറപ്പെട്ടാൽ തന്നെ പുച്ഛിക്കാൻ ആൾക്കാരുണ്ടാവുക. പുച്ഛിച്ചാൽ അദ്ദേഹം ഭാഗവതം വെച്ചു പോകും. അത് കേൾക്കാൻ കഴിയില്ല. അപ്പൊ പുച്ഛിക്കാതിരിക്കുക, അതിനെ അനുമോദിക്കുക. ഭഗവാന്റെ കഥയല്ലേ നന്നാവുന്നുള്ള ഭാവത്തോടുകൂടി ഭഗവാന്റെ കഥകൾ കേൾക്കുക, കഥകള് പാടുക. പാടുന്ന ആൾക്കാരെ അനുമോദിക്കുക, കേൾക്കുന്ന ആൾക്കാരെ അനുമോദിക്കുക. ഇങ്ങനെ ചെയ്താല് മനസ്സ് ശുദ്ധവും. മനഃശുദ്ധായി കഴിഞ്ഞാല് പിന്നെ അവനെ ഒരു മായ അവനെ ബാധിക്കില്ല. മായ ബാധിക്കാതിരിക്കാൻ
ഈ അധ്യായത്തിന്റെ സാരമാണ് ഇവിടെ പറഞ്ഞത്. ലീലാം വർണ്ണയതോമുഷ്യ ഈശ്വരസ്യ അനുമോദിത ശൃണ്വത ശ്രദ്ധയാ നിത്യം മായയാത്മാനമുഖ്യതി. മായ ബാധിക്കാതിരിക്കാൻ ഭഗവാന്റെ ലീലകളെ പാടാൻ, ലീലകളെ കേൾക്കുക, ലീലകളെ കേൾക്കുന്ന ലീലയെ പാടുന്ന ആൾക്കാരെ അനുമോദിക്കുക, കേൾക്കുന്ന ആൾക്കാരെ അനുമോദിക്കുക. അവരെ മായ ബാധിക്കില്ല എന്ന് ഭാഗവതം നമ്മൾ ഉറപ്പു തരുന്നു. അപ്പൊ പരീക്ഷത്തിന് പല സംശയങ്ങളുണ്ടായി. ബ്രഹ്മണ ചോദിതോ ബ്രഹ്മൻ ഗുണാഖ്യാനേ ഗുണസ്യ യസ്മൈ യസ്മൈ യഥാ പ്രാഹ നാരദോ ദേവദർശന. പരീക്ഷിത മഹാരാജാവിന്റെ ചോദ്യമാണ്. ശ്രീശുക ബ്രഹ്മർഷിയോട് പരീക്ഷിത മഹാരാജാവ് ചോദിച്ചു, ഇങ്ങനെ ബ്രഹ്മദേവൻ ശ്രീനാഥ മഹർഷിക്ക് ഉപദേശിച്ചു എന്ന് ശൗനകാദി ഋഷീശ്വരന്മാര് സൂതൻ വർണ്ണിച്ചപ്പം ഇങ്ങനെ പരീക്ഷിച്ച് ചോദിച്ചു എന്നും ശ്രീശബ്രഹ്മേശ്വര പരീക്ഷിത മഹാരാജാവിന്റെ ചോദ്യവും പരീക്ഷത്തിന്റെ മറുപടിയും വീണ്ടും സൂതൻ ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതും ഈ ഭഗവാൻ ബ്രഹ്മണ ചോദിതോ ബ്രഹ്മൻ ഗുണാഖ്യാനേ ഗുണസ്യ യസ്മൈ യസ്മൈ യഥാ പ്രാഹ നാരദോ ദേവദർശന. പരീക്ഷിത മഹാരാജ് ചോദിച്ചു, ഹേ ശ്രീശുക ബ്രഹ്മർഷേ, ഭഗവാൻ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ആളാണ് ഭഗവാൻ. അങ്ങനെ ഭഗവാന്റെ അവതാരമൂർത്തിയായ ബ്രഹ്മദേവൻ, ഭഗവാന്റെ അവതാരമൂർത്തിയായ ശ്രീനാഥ മഹർഷി, രണ്ടും ഭഗവാൻ തന്നെയാണ്. അങ്ങനെ ബ്രഹ്മദേവൻ ശ്രീനാഥ മഹർഷിക്ക് എന്തൊക്കെയാണോ പറഞ്ഞു കൊടുത്തത്, ആ പറഞ്ഞു കൊടുത്തത് മുഴുവൻ വ്യക്താക്കി പറഞ്ഞു. അതും ശരിക്കുള്ള അധികാരി ഭേദങ്ങളെയാണ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആരാണ് ശരിക്ക് ഭാഗവതം വായിക്കാൻ യോഗ്യൻ, ആരാണ് കേൾക്കാൻ യോഗ്യൻ എന്ന് പറയുന്നത്. അങ്ങനെ ഏതേത് വിധത്തിൽ പറഞ്ഞാലാണോ ഇത് ആൾക്കാർക്ക് മനസ്സിലാവുക, ഭഗവത് ഗുണങ്ങളെ പറഞ്ഞാൽ എങ്ങനെ വർണ്ണിച്ചാലാണോ ധരിക്കാൻ സാധിക്കുക, അതിന് പാകത്തിന് അവരുടെ സംഭാഷണം എന്തായിരുന്നു, ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു, എന്തൊക്കെയാണ് ശ്രീശുകൻ പറഞ്ഞ മറുപടി. 8-ാം അധ്യായം പ്രശ്നവിധി, ചോദ്യങ്ങൾ മാത്രം. ചോദ്യം ചോദിച്ചോ ഉത്തരം പറയാം. അതെങ്ങനെയൊക്കെ ആയിരുന്നു ചോദിച്ചിരുന്നത്, അതെന്തൊക്കെയാണ് മറുപടി പറഞ്ഞത്. ഏതത് വേദിതമിച്ഛാമി തത്വം വേദവിതാം ഹര ഹരേരത്ഭുത വീര്യസ്യ കഥാ ലോകസുമംഗള. ശ്രീഹരിയുടെ അത്ഭുത വീര്യങ്ങളാവുന്ന കഥകള്, അതും തത്വം അറിഞ്ഞ ആളാണ് ശ്രീശുക ബ്രഹ്മൻ. ഏതത് വേദിതമിച്ഛാമി തത്വം തത്വവിധാവുന്ന തത്വത്തെ ശരിയായിട്ട് അറിഞ്ഞ ശ്രീശുക ബ്രഹ്മർഷി, അത് ഉത്തമനായ ആള് ശ്രീശുക ബ്രഹ്മർഷി. തത്വത്തെ ശരിക്കും അറിഞ്ഞ ആളാണെങ്കിലും തത്വത്തെ ആരാണോ അറിയാൻ മോഹിക്കുന്നത്, അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അത്ഭുതമായ ഭഗവാന്റെ വീര്യങ്ങളെയാണ് കഥകൾ കേൾക്കുകയാണ്. ആ കഥകൾ കേട്ടാലേ തത്വം ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. തത്വം എന്താണെന്ന് ഉൾക്കൊള്ളണമെങ്കിൽ ഭഗവാന്റെ വീര്യങ്ങളാകുന്ന കഥകളെയാണ് കേൾക്കുന്നത്. കഥകൾ കേട്ടാലേ തത്വം ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. അങ്ങനെ നന്മയെ കൊടുക്കുന്ന ഭഗവാന്റെ കഥകൾ കേൾക്കന്നെയാണ് വേണ്ടത്. കഥയസ്വ മഹാഭാര യഥാഹമഹിരാത്മനി കൃഷ്ണേ നിവേശ്യ നിസ്സംഗം മനസ്ത്യക്ഷേ കടേവരം. ശരിക്ക് വേണ്ടത് വാസ്തവം ഋഷീശ്വരന്മാർക്ക് ഭാഗ്യവാന്മാരാണ്. ഇവിടെ ഋഷീശ്വരന്മാരോട് എല്ലാ ഭൂതങ്ങളിലും എല്ലാ ജീവജാലങ്ങളിലും ആത്മാവായിരിക്കുന്ന ആളാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ഈശ്വരനാണ് നമ്മളെ ഉള്ളില് ശോഭിക്കുന്നത്. ആ ചൈതന്യം ശ്രീകൃഷ്ണ ഭഗവാനാണ്. ആ ശ്രീകൃഷ്ണ ഭഗവാൻ കൃഷ്ണേ നിവേശ്യ നിസ്സംഗം. ആ ശ്രീകൃഷ്ണ ഭഗവാൻ സ്ഥിരമായിട്ട് എൻ്റെ ഉള്ളിൽ നിൽക്കണം. സ്ഥിരമായിട്ട് എനിക്ക് ഉള്ളില് ഭഗവാനെ കാണാൻ സാധിച്ചത് എത്ര കാലം വേണമെന്ന് വെച്ചാല് ശ്രീകൃഷ്ണ ഭഗവാനെ ഉള്ളിൽ വെച്ചുകൊണ്ട് കൃഷ്ണേ നിവേശ്യ നിസ്സംഗം മനസ്ത്യക്ഷേകളേവരം. ഈ ശരീരം അങ്ങോട്ട് ഉപേക്ഷിക്കുന്നത് വരെ ശ്രീകൃഷ്ണ ഭഗവാൻ എൻ്റെ ഉള്ളില്. ഭഗവാൻ ഉള്ളിലുണ്ട്. ഭഗവാനാണ് വിട്ടുപോണത്, ശരീരം വിട്ടുപോണത്. പക്ഷെ ആ ഭഗവാനാണെന്ന ജ്ഞാനം ഉണ്ടാവണം. അപ്പം ശരീരം ഉപേക്ഷിക്കുന്നത് വരെ ഭഗവാൻ ദേവകീ പുത്രൻ നമ്മളുടെ ഒപ്പം നമ്മളെ ഉള്ളില് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പരീക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിക്കുന്നത് വരെ ശ്രീകൃഷ്ണ ഭഗവാൻ എൻ്റെ ഉള്ളില് ഉണ്ടാവണം. എനിക്ക് ശ്രീകൃഷ്ണനല്ലാതെ വേറൊന്നും എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യം ഇനിയില്ല.
ആ ശ്രീകൃഷ്ണ കഥ വിസ്തരിച്ച് ഭഗവാന്റെ കഥകള് ഭഗവാൻ ലീലകള് മാത്രമേ വേണ്ടൂ. അത് ശരീരം ഉപേക്ഷിക്കുന്നത് വരെ എനിക്ക് ഭഗവാന്റെ കഥകൾ കേൾക്കണം, മറ്റൊന്നും ഇനി വേണ്ട. ശരീരം 7 ദിവസം ആയുസ്സുള്ളതിപ്പം കുറച്ചു കഴിഞ്ഞു, ഈ ബാക്കിയുള്ള സമയം മുഴുവൻ ഭഗവാന്റെ കഥകള് കേട്ട് ഭഗവാനെ കീർത്തിച്ച് ഭഗവാനെ മനസ്സിലങ്ങോട്ട് ഓർപ്പിച്ച് ഇനി വേറൊന്നും വേണ്ട. ശരീരം ഉപേക്ഷിക്കുന്നത് വരെ രക്ഷേ കളേവരം ഉപേക്ഷിക്കുന്നത് വരെ ഭഗവാൻ ഇവിടെ ഉണ്ടാവണമെന്നാണ്. ശൃണ്വത ശ്രദ്ധയാ നിത്യം ഗൃണതശ്ചസ്വജേഷ്ഠിതം കാലേന നാദിദീർഘേണ ഭഗവാൻ വിശദേ ഹൃദി. ഭഗവാൻ ഹൃദയത്തില് പ്രവേശിക്കുന്നു. എങ്ങനെയും ചോദിച്ചാൽ ഈ ഗുണങ്ങൾ സമ്പാദിച്ചിട്ടുള്ള ആൾക്കാരുടെ ജ്ഞാനാദികളായ ഐശ്വര്യാദി ഗുണങ്ങളെ സമ്പാദിച്ചിട്ടുള്ള കേൾക്കാൻ മോഹം ഉണ്ടാവുക, കീർത്തിക്കാൻ മോഹൻ ഉണ്ടാവുക. അങ്ങനെ കീർത്തിക്കണം എന്ന് വിചാരിച്ചാൽ തന്നെ പ്രഥമസ്കന്ധം ആദ്യത്തെ അധ്യായത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞ സത്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭി കേൾക്കണം എന്ന് വിചാരിക്കുമ്പോഴേക്ക് എന്നെ ഭഗവാൻ ഉള്ളിൽ കയറി ഇരുന്ന് കേൾക്കുന്ന. അപ്പൊ ഭഗവാൻ ഉള്ളിൽ ഇരിക്കുന്ന ഭാഗവതം കേൾക്കാൻ തയ്യാറായിട്ട് ആ ഭഗവാൻ ഉള്ളിലാക്കി കഴിഞ്ഞാൽ ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ കഥകള് കേൾക്കുക. ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ കഥകളാണ് കേട്ട് കഴിഞ്ഞാല് അത് കീർത്തിക്കുക. ശൃണ്വന്തി ശ്രദ്ധയാ നിത്യം ഗൃണതശ്ചസ്വജേഷ്ഠം. ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ കഥകളെ നിത്യേനാണ് കേൾക്കുക. അങ്ങനെ കേട്ട് അതാണ് കീർത്തിച്ചു കഴിഞ്ഞാൽ കാലങ്ങളെ കൊണ്ട് അത് മെല്ലെ മെല്ലെ ശ്രീഹരി ഉള്ളരിച്ച് കുറേശ്ശെ പ്രവേശിക്കും. പ്രവേശിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിൽ ഭഗവാൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാനന്ദം മാത്രം. എന്നാ ഇപ്പൊ ഭഗവാൻ ഇല്ലാഞ്ഞിട്ടല്ല, ഇപ്പൊ മായ കൊണ്ട് അത് തോന്നുന്നില്ല. മായാണ് ഏറ്റവും ബുദ്ധിമുട്ടാണ്. ഭഗവാൻ എല്ലാവരുടെയും ചൈതന്യ രൂപേണ ഭഗവാൻ വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ മായ കൊണ്ട് അത് ശരിക്കും അറിയില്ല. ഈ മായ മാറിക്കഴിഞ്ഞാൽ ഇത് ബോധ്യവും. അതിന് ഭഗവാന്റെ കഥകള് ധാരാളമായിട്ട് കേൾക്കുക. പ്രവിഷ്ട കർണരന്ധ്രേണ സ്വാനാഭാവസരോരുഹം ധുനോതി ശമരം കൃഷ്ണ സലിലസ്യ യഥാശരൽ. അതും ധുനോതി ശമരം കൃഷ്ണന ഭഗവാന്റെ കഥകളെ കേട്ടാല് അതും കർണരന്ധ്രേണ കാതിൽ കൂടിയിട്ട് ഭഗവാന്റെ കഥകൾ കേൾക്കുക. കാതിൽ കൂടി കേൾക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ കണ്ണുകൂടിയാണോ കേൾക്കാറ്, അല്ലെങ്കിൽ മൂക്ക് കൂടിയാണോ കേൾക്കാറ്? അല്ല, കാതുകൂടി തന്നെ കേൾക്കാറ്. കാതുകൂടി കേൾക്കാന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിച്ച ശ്രദ്ധയോടുകൂടി കേൾക്കാന്നാണ്. അങ്ങനെ കേട്ട പ്രവിഷ്ട കർണരന്ധ്രേണ അങ്ങനെ ആ കഥകള് ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വാനാം ഭാവസരോരുഹം ആ ഹൃദയ ഹൃദയത്തെയാണ് ശുദ്ധീകരിക്കുന്നത്. ഭഗവാന്റെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ ഹൃദയശുദ്ധി വരുന്നു. ഹൃദയത്തിലെ മാലിന്യം പുറത്തേക്ക് ആ ഹൃദയശുദ്ധി വന്നു കഴിഞ്ഞാൽ ധുനോതി ശമരം കൃഷ്ണ സലിലസ്യ യഥാശരൽ. ഈ പാപവും ധുനോതി ശമരം ഈ കേട്ട് കഴിഞ്ഞാൽ എല്ലാ പാപങ്ങളും പുറത്തേക്ക് പോണു. സരസ്വൊക്കെ ശുദ്ധാവണ കൂട്ടത്തില് വെള്ളം ചിലപ്പോൾ ചളിവെള്ളം നിറഞ്ഞ് കലങ്ങിക്കൊണ്ട് പോകും. അങ്ങനെയുള്ള ആ ചളിവെള്ളം പോയാല് വെള്ളം തെളിഞ്ഞ വെള്ളം ആവും പോലെ മനസ്സിലെ ചളികൾ പോയി കഴിഞ്ഞാൽ മനസ്സാണ് നിർമ്മലമാവും. ആ നിർമ്മലമായ മനസ്സില് ശ്രീഹരി ശോഭിക്കുന്നത് അപ്പൊ കാണാനാവും. ഇപ്പൊ ഇല്ലാഞ്ഞിട്ടല്ല, അത് നിർമ്മലം ആവാത്തതുകൊണ്ട് നിർഗുണമായ മനസ്സ് നിർമ്മലമായ മനസ്സാണെങ്കിൽ അവിടെ സദാസമയത്തും ഭഗവാന്റെ സ്വരൂപത്തെ തെളിഞ്ഞ് കാണാൻ സാധിക്കും. അപ്പൊ ഈ മാലിന്യത്തെ കളയാൻ ചെയ്യേണ്ടത് ശ്രീകൃഷ്ണ കഥകള് കേട്ട കീർത്തിച്ച് ഉള്ളിലേക്കാക്കിയാൽ എല്ലാ പാപവും പോലും മനഃശുദ്ധി വരും. അവിടെ ഭഗവാന്റെ മഹാത്മ്യത്തെ ഓർത്ത് അവിടെ മായാകരണവും സാധിക്കുന്നു. പിന്നെ മായ ഇദ്ദേഹത്തെ ബാധിക്കൂല. കാരണം എപ്പോഴും ഭഗവാൻ ശോഭിച്ചാൽ മനസ്സിന് മാലിന്യം വരുമ്പോഴാണ് ആ മാലിന്യം ഇല്ലാതെയായി കഴിഞ്ഞാൽ ശുദ്ധമായി കഴിഞ്ഞാൽ ശുദ്ധേ മനസ്സി ഗോവിന്ദ സ്വയമേവ ശുദ്ധമായ മനസ്സിന്
എപ്പോഴും ഗോവിന്ദൻ തെളിഞ്ഞു കാണാൻ, ആ മനഃശുദ്ധി വരാൻ. എന്നാൽ മനസ്സ് എങ്ങനെ ശുദ്ധാക്കാൻ സാധിക്കും ചോദിച്ചാല്, മനസ്സ് ശുദ്ധാക്കണമെങ്കിൽ ഭഗവാന്റെ കഥകൾ കേൾക്കുക. അങ്ങനെ കേട്ട് കാതിൽ കൂടി ഭഗവാന്റെ കഥകൾ കേട്ട് ഹൃദയത്തിലേക്ക് ആക്കണം. കർണരന്ധ്രേണ സ്വാനാം ഭാവസരോരുഹന്നാധുനോദിശമരം കൃഷ്ണ. കാതിൽ കൂടി ഭഗവാന്റെ കഥകൾ കേട്ട് ഈ കാതുകൾ വെച്ചത് വീടിന് ജനൽ വെച്ച പോലെയാണ്. ഇവിടുന്ന് കാറ്റ് വരിക, ഇവിടുന്ന് കാറ്റ് പോണ കൂട്ടത്തില് ഇതിലെ കേൾക്കുക, ഇതിലെ അതാവരുത്. ഇത് കേട്ട് ഉള്ളിലേക്കാക്കണം. കാതിൽ കൂടി ഭഗവാന്റെ കഥകൾ കേട്ട് ഹൃദയത്തിലേക്ക് ആ കഥ ഇറങ്ങാൻ തുടങ്ങിയാൽ ഹൃദയത്തിലെ ചളിയൊക്കെ മാലിന്യമൊക്കെ പുറത്തേക്കാണ് പോവും. അപ്പൊ ഭഗവത് സ്വരൂപത്തെ തെളിഞ്ഞാണ് കാണാൻ സാധിക്കും. അത്ര മാഹാത്മ്യണ്ട് ഭഗവാന്റെ കഥകൾക്ക്. മായയെ തരണം ചെയ്യാൻ വലിയ വലിയ യോഗമൊന്നും ശീലിക്കേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ കഥകള്, ഇനി ഭഗവാന്റെ കഥകൾ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കെ ചിലപ്പോ ഉറക്കം വരികയും ചെയ്യും. ഈ ഉറക്കം വരുന്ന ലക്ഷണം എന്താച്ചാൽ ശുദ്ധമായിട്ടാ ഉറക്കം വരുന്നത്. പക്ഷെ പല പല ടെൻഷനും ഉണ്ടെങ്കിൽ ഉറക്കം വരില്ല. ഭാഗവതം കേൾക്കുമ്പോ ഒരു ടെൻഷനും ഇല്ല. അപ്പൊ സുഖമായിട്ട് ഉറക്കാൻ മതി. പക്ഷെ അപ്പൊ മനസ്സിലെ മാലിന്യം പോയി, മനഃശുദ്ധായി കഴിഞ്ഞു. ശുദ്ധായ മനസ്സായി കഴിഞ്ഞാല് ഇത് ലയിച്ചു കഴിഞ്ഞാല് മറ്റൊന്നും ചിന്തിക്കൊണ്ട രാത്രിയൊന്നും കടന്ന് ലവലേശം ഉറക്കം വരാതെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറഞ്ഞും കിടക്കുന്ന ആള് ഇവിടെ ഒന്നും ഇല്ലാതെ കണ്ട് ഭഗവാന്റെ കഥ കേൾക്കാൻ തെടുങ്ങുമ്പോഴൊക്കെ മനഃശുദ്ധി വരുന്നു. ഉള്ളിക്കാൻ എത്ര വേണ്ടു ഈ കഥ ഉള്ളിക്കാൻ പോകാനും സ്വിച്ചാൻ വെക്കുമ്പോൾ നെറ്റ് കത്തുമ്പോഴാ കൃഷ്ണാന്നത് പറയുമ്പോഴേക്ക് മനഃശുദ്ധി. കൃഷ്ണ പറയാൻ കൃഷ്ണ പറയണമെങ്കിൽ എളുപ്പമല്ല. ഭഗവാന് നാമം കീർത്തിക്കാനോ ഭഗവാനെ പറയാനോ ആഞ്ഞ പണ്ട കഥ പറയുന്നു. ചക്കപ്പന്നിയും കോലപ്പന്നിയും കഥ. അന്ത്യത്തിന് വയ്യാതെ കണ്ട് കിടക്കുമ്പോഴാണ് 3 മക്കൾ അദ്ദേഹത്തിനുള്ള വലിയ അന്യം പറഞ്ഞ കഥയാ. എനിക്കാണ് നാമം ജപിക്കോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ആരാണെന്ന് തോറ്റു മൂക്കമാനെ ചൂണ്ടിയിട്ട്. അദ്ദേഹം പേരറിയാൻ കോലപ്പനാണ്. ഇദ്ദേഹം കോലപ്പന്റെ അനിയൻ അല്ലെങ്കിൽ ചക്കപ്പന്റെ ഏട്ടൻ. കൃഷ്ണൻ എന്ന് പറയാൻ പറ്റില്ല. കൃഷ്ണൻ എന്ന് പറയാൻ പറ്റില്ല. കൂടല്ലൂർ ഇരത്തുന്ന അവരെല്ലാവരും മഹാഭാഗവതന്മാര് വേദജ്ഞന്മാരായ ആൾക്കാരാണ്. കൂടല്ലൂർ എല്ലാവരും. അങ്ങേക്ക് ഒരു ഭിക്ഷക്കാരൻ വന്നപ്പോഴാണ് കുഞ്ഞിക്കാവും കൂടി പറഞ്ഞത്, ഏട്ടാ നേരത്തെ വേഗം പറഞ്ഞോളൂ, ഇവിടെ നിർത്തിക്കാൻ നിൽക്കണ്ട, അദ്ദേഹം പാപിയാണ്. ഏട്ടൻ ചോദിച്ചു എന്താ അങ്ങനെ പാപിയാണ് മുൻകൂട്ടി പറയാൻ കാരണം? എല്ലാവരും പണ്ഡിതന്മാരാണ്, എല്ലാവരും വേദജ്ഞന്മാരാണ്, എല്ലാവരും ഭാഗവതം പറഞ്ഞ ആൾക്കാരാണ്. എന്താ അങ്ങനെ മുൻകൂട്ടി പറയാൻ കാരണം? ഞാൻ ഇപ്പൊ കാണിച്ചതാണ്. അദ്ദേഹം തന്റെ കൈയെല്ലാം പവിത്രമോതിരം കളിച്ചു. ഇത് എടുത്തോളൂ കേട്ടോ, ഒരു 5 മിനിറ്റ് ഇവിടെ നിന്ന് നാമം ജപിച്ചോളൂ, എടുത്തോളൂ. ഞാൻ പറഞ്ഞ വാക്കാണ്. മറ്റോ അനവധി വീട്ടിൽ പോയാൽ കുറച്ചല്ലേ കിട്ടുള്ളൂ. ഒരു പവന്റെ പവിത്രമോതിരാണ്, കൊണ്ടുപോയിക്കോളൂ, ഒരു 5 മിനിറ്റ് നാമം ജപിച്ച് ചൊല്ലിക്കോളൂ. അദ്ദേഹം തമ്പുരാക്കന്മാരൊക്കെ കൂടി കളിയാക്കുക പോലെ അദ്ദേഹം ഇറങ്ങിപ്പോയി. ഈ നാമം ജപിക്കാന്നുള്ളത് എളുപ്പമല്ല. ഭാഗവത സാരമാണ് നാമം ജപിക്കുക. നാമം ജപിക്കാവുണ്ട്. അതാണ് നാമം ജപിക്കണമെങ്കിൽ നാമത്തിന്റെ മാഹാത്മ്യം പറയണം. ഇതം ഭാഗവതം നാമപുരാണം. നാമത്തിന്റെ പുരാണമാണ് ഭാഗവതം. ആ ഭാഗവത കഥകള്, ഭഗവാന്റെ കഥകള്, അതും പ്രത്യേകിച്ചും ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ, അതിന് പ്രത്യേക മാധുര്യ. മറ്റു കഥകളൊക്കെ മാധുര്യം ഉണ്ടെങ്കിലും ശ്രീകൃഷ്ണ കഥയാവുമ്പോഴൊക്കെ ദശമസ്കന്ധം കൃഷ്ണാവതാരം വായിക്കാൻ പുറപ്പെടുന്നത് എന്തെന്നില്ലാത്ത ഒരാളും ഒരു ആളില്ലാത്ത ദിക്കിൽ കുറച്ച് ആൾക്കാരുണ്ടാവും. പിന്നെ കൃഷ്ണകഥയിലേക്ക് അത് 90 അധ്യായം കഴിയോളം ഒരാനന്ദം. പിന്നെ ആനന്ദമാണ്. പക്ഷെ മുഴുവൻ കേൾക്കാൻ പറ്റില്ലേ? വേണ്ട. കൃഷ്ണകഥ കേൾക്കാനാണ് മറ്റേ കഥകളൊക്കെ വന്നിരിക്കുന്നത്. ശ്രീകൃഷ്ണ കഥ കേൾക്കാറാവണം. ഭഗവാന് കഥകൾ കേൾക്കാൻ കുറച്ചെന്തെങ്കിലും കേട്ട് ഭഗവാന്റെ കഥകള് കാതിൽ കൂടിയിട്ട് പ്രവിഷ്ട കർണരന്ധ്രേണ സ്വാനാം ഭാവസരോരുഹം ധുനോതി സമരം കൃഷ്ണ സലിലസ്യ യഥാശയ. ജലാശയം ശുദ്ധമാവുന്ന കൂട്ടത്തില് സ്ഫടികമായി വെള്ളം ഒഴുകും പോലെ ഭഗവാന്റെ കഥകൾ കേട്ടാല്
ഈ കലർപ്പൊക്കെ പോയി മനസ്സിലെ ചളി മുഴുവൻ പോയിട്ട് മനസ്സ് ശുദ്ധാവണു, അവന്റെ പാപത്തെ മുഴുവൻ ഇല്ലാതാവണു. അങ്ങനെ മനസ്സ് ശുദ്ധായി പാപം ഇല്ലാതെ കഴിഞ്ഞാൽ മായയെ തരണം ചെയ്യാനും സാധിക്കും. അപ്പൊ ഭഗവാൻ ഉള്ളിലുണ്ട് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഭയവും ഇല്ലാതെ കണ്ട് ഹരേ നാരായണ ഹരേ നാരായണ സൗദാത്മാ പുരുഷ കൃഷ്ണപാദമൂലം മുഞ്ചതി മുക്തധർമ്മപരിക്ലേശ പാണ്ഡസ്വശരണം യഥാ. എല്ലാ പാപങ്ങളും നശിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ കഥ ഉള്ളിലേക്കാക്കിയിട്ട് കൃഷ്ണനെ സ്മരിക്കാത്ത എല്ലാ പാപവും പോകണം. അങ്ങനെ സകല ക്ലേശങ്ങളും ഇല്ലാതെയായി കഴിഞ്ഞാൽ പിന്നെ എവിടേക്കൊക്കെ പോയാലും ഇത് വിടാതെ ഒപ്പം ഈ ഭഗവാന്റെ നാമം ഇതൊപ്പം ഉണ്ടാവും. എങ്ങോട്ടൊക്കെ പോകുമ്പോഴും ഇതറിയാതെ രാവിലെ തന്നാലെ വന്നോളും. നമ്മൾ വേണ്ടൊരു കാര്യമില്ല, തന്നാലെ ഭഗവാന്റെ നാമം തന്നാലെ വന്നോളുന്ന. അങ്ങനെ ഭഗവാന്റെ നാമം വരുമ്പം ഭഗവാന്റെ സ്വരൂപത്തെ കാണാൻ സാധിക്കും. അങ്ങനെ ഭഗവാന്റെ സ്വരൂപത്തെ കണ്ടു കഴിഞ്ഞാൽ ആ സ്വരൂപത്തില് ഭഗവാന്റെ സ്വരൂപത്തില് എല്ലാവർക്കും പ്രാപ്യമായ സ്ഥലം എന്താണെന്ന് ചോദിച്ചാൽ ആ ഭഗവാന്റെ പാദ. എല്ലാവരും എത്താൻ മോഹിക്കുന്നത് ഭഗവാന്റെ പാദത്തിലേക്കാണ്. ആ പാദത്തെ സർവാത്മന ശരണം പ്രാപിക്കാൻ കൃഷ്ണപാദമൂലം, ആ പാദമൂലത്തെ എന്തൊരു മധുരാണ് നിശ്ചയില്ല. ഭഗവാൻ തന്നെ സ്വയം ആസ്വദിച്ചു. ഇങ്ങനെ ആൾക്കാരൊക്കെ അധികം മധുരം എന്ന് പറയുമ്പം ഇതിന് മധുരം എത്രയാണ് എന്ന് അറിയാൻ വേണ്ടി ഭഗവാൻ തന്നെ തൻ്റെ കൈകളെ കൊണ്ട് തൻ്റെ പാദം പിടിച്ച് ചുണ്ടോട് ചേർക്കുന്ന അവസ്ഥ. അത്രയൊക്കെ മധുരം ഇല്ലെങ്കിൽ ആ പാദത്തെ വിടാതെ കണ്ട് പിടിക്കുക. ആ പാദത്തെ സർവാത്മന ആശ്രയിക്കാൻ സാധിക്കണം. ആ പാദം മൂലത്തിലാണ് അഭയം. ശരിയായ തലസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ പ്രപഞ്ചത്തിന്റെ തലസ്ഥാനം, ബ്രഹ്മാണ്ടത്തിന്റെ തലസ്ഥാനം ശ്രീകൃഷ്ണ പാദം മൂലം. അവിടുന്ന് അതൊക്കെ വരുന്നത്. അപ്പൊ ആ പാദം മൂലത്തെ സർവാത്മന ആശ്രയിച്ചാൽ എല്ലാ പാപത്തിൽ നിന്നും മോചനമായി അവൻ ആ ഭഗവത് സ്വരൂപത്തെ കണ്ട് ആ സ്വരൂപത്തിന് മനസ്സർപ്പിച്ച് ആ സ്വരൂപത്തിൽ കണ്ടുള്ള ഭഗവാന്റെ തിരുനാമത്തെ കീർത്തിച്ച് അവൻ ശുദ്ധാവണത്തിന് അവൻ സംസാര ക്ലേശം എവിടെ നോക്കിയാലും ക്ലേശാണെങ്കിലും ഈ സംസാരം സുഖമില്ല. ഈ ഭവം ദുഃഖം, എല്ലാവരും ഭവം ദുഃഖം പറയുകയാണെങ്കിലും ഈ ഭവം വാസ്തവം സുഖമായിട്ട് എങ്ങനെ എപ്പോഴും ഭഗവാന്റെ തിരുനാമം കീർത്തിക്കുക, എപ്പോഴും ഭഗവാന്റെ കഥ കേൾക്കുക, നിത്യേ കുറച്ച് ഭാഗവതം വായിക്കുക, അല്ലെങ്കിൽ രാമായണം വായിക്കുക, സമയം ഉണ്ടായിക്കോളും. ഭഗവാന്റെ നാമം ജപിക്കുക. ഒന്നും പറ്റിയില്ലെങ്കിൽ മറ്റൊന്നും പുറപ്പെടേണ്ട. മറ്റു കർമ്മം ചെയ്യുമ്പോൾ ചെയ്തൂടെ? മറ്റു കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നാമം ജപിച്ചൂടെ? ഇപ്പൊ സോപ്പ് തേക്കുമ്പോ സോപ്പ് തേച്ചോളുന്ന സോപ്പ് തേക്കുന്ന എന്താ പണി? വേറെന്താ വിചാരമൊന്നുമില്ലല്ലോ. അപ്പൊ ആ സമയത്ത് ഹരേ നാരായണ ഹരേ നാരായണ ഇങ്ങനെ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഇനി ഭക്ഷണം കഴിക്കുമ്പോ പോലും ഒരു ഉള്ള വായിക്കിട്ട അടുത്ത ഉള്ള അവിടെ വരെ നാമം ജപിച്ചൂടെ? ഇല്ലേ? എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവാനെ നാമം ജപിക്കാം. ഏത് നാമം കളിച്ചാൽ രാമനാമോ കൃഷ്ണനാമോ അവനവൻ പറ്റിയത് ഏതിൽ കൂടി ആയാലും ഭഗവാനെ അത് ചെയ്യില്ല. ഇഷ്ടമുള്ള നാമം കുറച്ചു നേരം പ്രഥമസ്കന്ധം ആദ്യം കിടന്നുമ്പോ വർണ്ണിച്ചത്. ഇനി മുഴുവൻ സമയത്തും പറ്റിയിട്ടില്ലെങ്കിലും സന്ധ്യയ്ക്കും രാവിലെയും കുറച്ചു സമയം ഭഗവാൻ നാമം ജപിക്കാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ ദുഃഖഗ്രാമാഗ്നി എല്ലാ ദുഃഖത്തൊന്നും കരകടന്ന് പോവാൻ സാധിക്കും. ഭഗവാനെ സർവാത്മന ആശ്രയിക്കാൻ സാധിക്കണം. മറ്റൊരു വാശിതാവത്തെ കൊണ്ട് വയ്ക്കണ്ടേ? ക്ഷീണോ? ഒമ്പത് മണിക്കില്ലേ? 9 വായിക്കില്ലേ? അല്ല 8 പറയണേ. വായിച്ചിട്ടാണ് അറിയാം.
ഇങ്ങനെ വായിച്ച് പോയാൽ പറ്റുമോ? മറ്റത് ഇപ്പം 40 ദിവസം കൊണ്ട് ഭാഗം മുഴുവൻ വായന കഴിയണ്ടേ? അതെ, അത് അവസാനം ഒരാഴ്ച കൊണ്ട് വായിക്കാം. പുതിയ സ്കന്ധം 8 ആകെ 19 28 വായിക്കും. 335 8 വായിക്കാം. ഓ द्वितीयस्कन्धे अष्टमोऽध्याय राजोवाच ब्रह्मणा चोदितो ब्रह्मन् गुणाख्याने गुणस्य च यस्मै यदा प्राह नारदो देवदर्शन एतद्वेदमिच्छामि तत्त्वं देदविदाम्बरा हरेरद्ब्रवीद्यस्य कथा लोकसुमङ्गला कथयस्महाभागा यदाहमखिलात्मनि कृष्णे निवेश्य निस्सङ्गं मनस्त्यक्ष्ये कलेपरम् शृण्वतश्रद्धया नित्यं ग्रन्थश्च स्वज्येष्ठितं कालेन नातिदीर्घेण भगवान् विशदे हृदि प्रविष्टकर्णगन्धेन स्वानां भावसरोरुहं विनोदिशमलं कृष्णस्वलीलस्य यदाशरत् धौदात्मा पुरुषकृष्णपादमूलं न मुञ्जते मुक्तस्वरूपरित्ययेश पान्थस्व शरणं यदधाद्वदो ब्रह्मन् देहारम्भोश्च दादुते यदच्छया हेतुना वा भवन्तो जानते यथा आसीत् यदुदरात् पद्मं लोकसंस्थानलक्षणं यावानयं वै पुरुष यत्तावदेव पृथक् तावानसा विधिप्रोक्तसंस्थावेव वानि वा अजस्रजयूतानि भूतात्मायनिग्रहाद् ददृशेन तद्रूपं न विवर्तसंभवा सजाव्यक्तपुरुषो विश्वस्थित्युद्भवाप्यया मुक्त्वाल्पमायां मायेशेदे सर्वभाषया पुरुषा वै वेदलोकास्वादा पूर्वयत्विदा लोकेनमुष्या वेवा स्वबालेरिति सुषुमा यावन् गत्पो वा यथा कालो निमीयते भूतभव्यभवच्छब्द आयुर्मानं च यत् सदा कालस्यानुविनिर्यात्तु लेक्षितेन्मीभेत्यपि यावत्य कर्मगतयो यादृशीर्द्विजसत्तमा यस्मिन् कर्मसमापाये यथा येनोपगृह्यते गुणानां गुणिनां चैव परिणामभीप्सताम् भूपादालखगुव्योमगृहनटभूतां शरीरसमुद्रद्वीपानां सम्भवश्चेतदोगस्वां प्रमाणमण्डकोशस्य बाह्याभ्यन्तरभेददा महदां चानुचरितं वर्णाश्रमनिश्चया युगानि युगमानं च धर्मो यश्च युगे युगे अवताराणीर्णं यदाश्च धर्मं हरे नृणां साधारणो धर्म सविशेषश्च यादृशा श्रेणीनां यादर्शीनां च धर्मकृच्छेषु जीवतां तत्त्वानां परिसंज्ञानां लक्षणं हेतुलक्षणं पुरुषाराधनविधेर्योगस्याध्यात्मिकस्य च योगेश्वरैश्वर्यगतिर्लिङ्गभगस्तु योगिनां वेदोपवेदधर्माणां इतिहासपुराणयो सम्भवः सर्वभूतानां विक्रमस्प्रदेशङ्क्रमाम् इष्टापूर्तस्य काम्यानां त्रिवर्गस्य च यो विधि यश्चानुशायिनां सर्गपाषण्डस्य च सम्भवा आत्मनो बन्धमोक्षौ च व्यवस्थानं स्वरूपदा यदात्मतन्त्रो भगवान् विक्रीडत्यात्ममाया विसृज्य वा यथा मायामुदस्ते साक्षिवल्विभो सर्वमेतच्च भगवान् पृच्छते मेन पूर्वशा तत्त्वदोषस्युदाहर्तुं प्रन्नाय भावने अत्र प्रमाणं हि भवान् परमेष्टि यदात्मको परे द्वेहानि तिष्ठन्ति पूर्वेषां पूर्वजैर्कृतं न मे स्वपरायं ये ब्रह्मन्नशनादमे पिबतोच्युतपीयोषमन्यत्नकुपिराद्विजात् सूत उवाचां सौपामन्त्रितो राज्ञा कथायामिति सत्पदे ब्रह्मराधो प्रसम्प्रीतो विष्णुराधेन संसदि प्राह भागवतं नाम पुराणं धर्मसंहितं धर्मणे पुटवल्प्रोक्तं धर्मकल्प उपागरे यत् यत् परीक्षितऋषभः पाण्डूनामनुवृच्छति आनुपूर्वेण तत्सर्वमाख्यारुपचक्रमे श्रीकृष्णाय नमः। इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां द्वितीयस्कन्धे प्रश्नविधिर्नाम अष्टमोऽध्याय सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द। गोविन्द 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 गोविन्द। കുറെ ചോദ്യങ്ങളാണ് ശ്രീശുദ്ധ ഗ്രന്ഥത്തിൽ ചോദിക്കുന്നത്.
കേട്ടിട്ട് ഇത് ഭഗവാന്റെ കഥകള് കേട്ട പാദത്തെ സർവാത്മന ആശ്രയിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പല പല സംശയങ്ങളും ശ്രീശുഖ ബ്രഹ്മർഷിയോട് പരീക്ഷിച്ച മഹാരാജാവ് അതും യഥാധാതുമതോ ബ്രഹ്മൻ ദേഹാരംഭോസ്യധാതുഭി യദൃച്ഛയാ ഹേതുനാ വാ ഭവന്തോ ജാനതേയഥ. ഇതറിയാൻ എനിക്കൊരു മോഹം. എന്താണെന്ന് വെച്ചാൽ ഈ ദേഹം വാസ്തവം പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചതാണ് ഈ ദേഹം. അതിലുള്ള ആത്മാവ് ജീവാത്മാവ് പരമാത്മാവ് തന്നെയാണ് ജീവാത്മാവായിട്ട് ഇരിക്കുന്നത്. അങ്ങനെയുള്ള ഈ ജീവാത്മാവിന് ഈ ശരീരമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയണ്ടേ. ഇതായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഈ സൃഷ്ടിക്കുന്നത് യാദൃച്ഛികമായ സൃഷ്ടി വരികയാണോ അതല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് യാദൃച്ഛികമായിട്ടാണോ സൃഷ്ടി അതല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ടാണോ ഈ സൃഷ്ടി? ഈ ആത്മാവ് പരമാത്മാവ് തന്നെയാ ജീവാത്മാവായി വർത്തിക്കുന്നത്. ജീവാത്മാവിനൊന്നും ബന്ധമില്ലെങ്കിൽ ഈ പഞ്ചഭൂതമാകുന്ന ശരീരത്തിന്റെ ഉള്ളിലാണ് ശോഭിക്കുന്നത്. അപ്പൊ ഒരു ബന്ധുവില്ല എന്ന് പറഞ്ഞതിനെ പറ്റിയിട്ട് എനിക്ക് മനസ്സിലായില്ല എന്നാണ് പറയാനുള്ളത്. പിന്നെ ആസീത് യതുതരാത്മം ലോക സംസ്ഥാന ലക്ഷണം യാവാനയം വൈ പുരുഷ യവൈ പൃഥക് താവാൻ അസാവിധി പ്രോക്ത സംസ്ഥാവയവാനിവ. പിന്നെ ചോദ്യം ചോദിച്ചത് ഈ ത്രൈലോക്യം വാസ്തവം ഭഗവാൻ സൃഷ്ടിയാണെന്ന് പറയണ്ടേ. ഇത് ആരെ ഉള്ളിലാ വാസ്തവം ശോഭിക്കുന്നത്? ഈ ത്രൈലോക്യം ഭഗവാൻ ഭഗവാൻ ആരാണ്? ഈ ഭഗവാന്റെ ഉദരത്തിലാണ് ഈ ലോകസംസ്ഥമായുള്ള താമരപ്പൂവിനെ 3 ലോകമായിട്ടും അല്ലെങ്കിൽ 14 ലോകമായി സൃഷ്ടിച്ച ഈ താമരപ്പൂവ് എവിടെയാണ് ശോഭിക്കുന്നത്? ലോകപത്മമായ താമരപ്പൂവ് ആരുടെ വയറിലാണ് ശോഭിക്കുന്നത്? ഈ താമരപ്പൂവിന്റെ ആകൃതി എന്താണ്? ലോകപത്മം ചെറിയ താമരപ്പൂവായാൽ നമുക്ക് കാണാം. ഇത് വലിയ ലോകപത്മം, ലോകം മുഴുവൻ തറഞ്ഞുള്ള ഈ താമരയുടെ ആകൃതി എന്താണ്? അത് ഈ ഓരോരോ അവയവമായിട്ട് ഈ താമരയെ ഓരോരോ ലോകമായിട്ട് കാണുന്നുണ്ട്. അതൊന്ന് വ്യക്തമാക്കിയിട്ട് പറയണം. എത്ര അവയവമുണ്ട്, ഏതൊക്കെ അതാത് ലോകങ്ങള് എന്ന് വേറെ. പിന്നെ ഈ ഈശ്വരനും ജീവനും ആയിട്ട് എന്താണ് ബന്ധം? ജീവാത്മാവ് പരമാത്മാവ് തന്നെയാണ് ജീവനായിട്ട് ശോഭിക്കുന്നതെങ്കിലും അത് വല്ല ഭേദവും ഉണ്ടോ? ഈശ്വരൻ തന്നെ നമ്മൾ ഉള്ളിൽ ശോഭിക്കുന്നതെങ്കിലും അങ്ങനെയാണെങ്കിലും ആ ഈശ്വരനുടെ കഴിവ് മുഴുവൻ ഈ ജീവന് കിട്ടുന്നില്ല. അതുകൊണ്ട് വല്ല ഭേദവും ഈശ്വരനും ജീവനുമായിട്ടുണ്ടോ? അങ്ങനെ ഇല്ലാതിരിക്കില്ല. എന്താണ് ഭേദം? അജ സൃജതി ഭൂതാനി ഭൂതാത്മായതനുഗ്രഹ ദൃശേയനൂപം നാഭി പത്മസമുദ്ഭവ. ഇവിടെ അജനായ ബ്രഹ്മദേവൻ താൻ ഇന്നുള്ള താമരപ്പൂവിനെ തന്നെയാണ് 14 ലോകമാക്കിയിട്ട് കണ്ടത്. സൃഷ്ടിക്ക് ആധാരമായി താമരപ്പൂവാണ്. അങ്ങനെ താമരപ്പൂവിലിരുന്ന ബ്രഹ്മദേവൻ സ്വയം കഴിവില്ലാഞ്ഞിട്ടാണ് ഈശ്വരനെ തപസ് ചെയ്തത്. ആ ശ്രീനാരായണമൂർത്തിയുടെ അനുഗ്രഹം കൊണ്ടാണ്. അങ്ങനെ അത്രകാലം ബ്രഹ്മദേവൻ തപസ് ചെയ്തു. ആ തപസ്സിൽ ഭഗവാനെ കണ്ടപ്പോൾ ഭഗവാന്റെ രൂപം എന്തായിരുന്നു, എങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തത് സൃഷ്ടിക്കാൻ, അത് മുഴുവൻ വ്യക്തമാക്കി പറഞ്ഞു തരുന്നതാണ്. സജാവി എത്ര പുരുഷോ വിശ്വസ്ഥിത്യുദ്ഭവാദ്യയ മുക്താത്മമായ മായേഷ ക്ഷേതേ സർവഗുഹാശ. ലോകത്തിലെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളാണ് ഭഗവാന്റെ ലീല. വിശ്വസ്ഥിത്യുദ്ഭവാദ്യയ, വിശ്വത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരം. ഈ 3 ലീലകളും സൃഷ്ടിക്കുന്നതും രക്ഷിക്കുന്നതും സംഹാരങ്ങളും ചെയ്യുന്നത് ഭഗവാൻ മായയെ സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ പ്രവൃത്തിയെ ആ പുരുഷൻ ഈശ്വരൻ മായയെ ഉപേക്ഷിച്ചിട്ടാണ് ശയിക്കുന്നത്. സൃഷ്ടി കഴിഞ്ഞാൽ സംഹാരത്തില് ഈ മായയെ പോലും ഭഗവാൻ വേണ്ടാന്ന് വെച്ച് ശയിക്കുന്നു എന്ന് പറഞ്ഞത് അതും വ്യക്തമാക്കി പറഞ്ഞു. ഭഗവാനും മായയുടെ ബന്ധം എന്താണ്, ശിവനും മായയുടെ ബന്ധം എന്താണ്, അതും വ്യക്തമാക്കണം. പുരുഷ അവയലോക സപാല പൂർവകൽപ്പിത
ലോകൈരമുഷ്യാവയവ സപാലൈരിതി ശുശ്രുമ. ഭഗവാന്റെ അവയവങ്ങളാണ് ഈ ലോകങ്ങളായിട്ട് വർണ്ണിച്ചത്. അത് ഏതേത് അവയവത്തെ ഏതേത് ലോകമായിട്ട് കണ്ടു. അവിടെയൊക്കെ ദിക്പാലന്മാരുണ്ടാവില്ലേ, അവരെ കഥകള്, ലോകത്തെ സൃഷ്ടി സംഹാരങ്ങള്, സപാലന്മാരായുള്ള മറ്റു ലോകപാലന്മാരുടെ കഥകള്, ഇതൊക്കെ വിസ്തരിച്ച് പറഞ്ഞു തരണം. യാവാൻ കൽപ്പോ വികൽപ്പോ വാ യഥാ കാലോനുമീയതേ ഭൂതഭവ്യ ഭവശബ്ദ ആയുർമാനം ജയൻ സദാ. പ്രളയം ഉണ്ടാവുമ്പോഴും പ്രളയശേഷവും പ്രളയത്തിന്റെ മുമ്പും പ്രളയം ഉള്ളപ്പോഴും ഈ കാലം മാറ്റമില്ലാതെ കണ്ട് തുടരണു. സൃഷ്ടി കാണുന്ന പോലെ തുടരണു. അതിനെ പറ്റിയിട്ട് മനസ്സിലാവണില്ല. ഓരോരുത്തരുടെയും ആയസ് എത്രയാണ്, യാവാൻ കൽപ്പോ വികൽപ്പോ വാ യഥാ കാലോനുമേത്. ഓരോരുത്തർക്കും എത്രയാണ് കാലം ജീവിച്ചിരിക്കേണ്ടത്, എത്രയാണ് ആയസ്, ഈ ആയസിനെ പറ്റിയിട്ട് എന്താ പറയുന്നത്, അതിനെപ്പറ്റി എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഓരോ ജീവികളുടെയും ആയുസ് എത്രയാണ്. കാലസ്കാന്തരിയാതു ലക്ഷ്യതേണ്ണി ബൃഹത്യഭി യാവത്യ കർമ്മഗതയോ യാദൃശീയത്വ. കാരണം കാലത്തിന്റെ അവസ്ഥ, കാലസ്കാന്തരിയാതു ലക്ഷ്യതേണ്ണി ബൃഹത്യഭി. ചെറിയ കാലം മുതൽ ബൃഹത്കാലം, വലിയ കാലം വരെ കാലം വർദ്ധിക്കുന്നുണ്ട്. ആ ഓരോ കാലത്തിന്റെയും സൂക്ഷ്മമായ കാലവും അവിടുന്ന് വലുതായി വരുന്ന കാലത്തിന്റെ അവസ്ഥയും, കാലം എങ്ങനെയൊക്കെയാണ് പറയാ, കാലഭേദങ്ങൾ ഏതൊക്കെയാണ്, അതും ഓരോന്നിൻ്റെയും പേരെന്തൊക്കെയാണ്, ഏത് വിധത്തിലാണ് ഇത് പറയണത്, അത് യഥാർത്ഥത്തിൽ പ്രാപിക്കേണ്ട സ്ഥലം എവിടെയാണ്, ഈ കർമ്മങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, എന്തിനാണ് കർമ്മം ചെയ്യാൻ പറയുന്നത്, കർമ്മം ചെയ്താലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ്, അത് മുഴുവൻ, അതും പ്രാപ്യസ്ഥാനം ഏതൊക്കെയാണ്, അതിൻ്റെ ഭേദങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെ കണ്ട് മുഴുവൻ വിസ്തരിച്ച് വർണ്ണിക്കണമെന്നാണ്. തസ്മിൻ കർമ്മസമാവായോ യഥായേനോപഗൃഹ്യതേ ഗുണാനാം ഗുണിനാം ജൈവ പരിണാമമഭീപ്സതം. ഈ ഗുണങ്ങളുടെ മാറ്റ പരിണാമത്തെ പറ്റിയിട്ട്, അതും സ്വത്വാദി ഗുണങ്ങൾ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഈ മൂന്ന് ഗുണങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു. ദേവന്മാർക്ക് ദേവന്മാർക്ക് സാധാരണ ഗുണമാണ്, പക്ഷെ അവർക്കും ഈ ഗുണം ചിലപ്പം മാറുണ്ട്. ഓരോരോ കർമ്മത്തിനും അനുസരിച്ചാണ് ഗുണം ഉണ്ടാവുന്നത്. ആ ഗുണങ്ങൾ ഏതൊക്കെയാണ്, ഗുണങ്ങൾ എങ്ങനെയാണ് ബാധിക്കുന്നത്, ആരൊക്കെയാണ് ഈ ഗുണങ്ങൾ ബാധിക്കുന്നത്, എങ്ങനെയൊക്കെ ഗുണങ്ങൾ ബാധിക്കുന്നു. ഗുണങ്ങൾ മാറിയിട്ടും കാണാനുണ്ട്. പ്രസാദനൊക്കെ തമോ ഗുണത്തിലാണെങ്കിലും നിർഗുണാവസ്ഥയിലേക്ക് ഉയരാൻ സാധിച്ച ആളാണ്. അപ്പൊ എങ്ങനെ ഈ ഗുണം മാറുന്നു, ഗുണം വരാനുള്ള കാരണം എന്താണ്, ഗുണം മാറാനുള്ള കാരണം എന്താണ്, ഏതൊക്കെയാണ് ഗുണങ്ങളെ, എങ്ങനെയൊക്കെയാണ് മാറ്റം വരിക, അതിനെ പറ്റിയിട്ട് വ്യക്തമാക്കി പറഞ്ഞു തരണം. ഭൂപാതാള അഗോപ്യോമ ഗ്രഹ നക്ഷത്ര ഭൂപൃതം സരിൽ സമുദ്രദ്വീപാനം സംഭവം. ഇങ്ങനെ ഈ ദിക്കുകള്, അതുപോലെ പർവ്വതങ്ങള്, അതുപോലെ മറ്റുള്ള സ്ഥലങ്ങള്, ഭൂമി, ഭൂപാതാള അഗോപ്യോമ ഗ്രഹ നക്ഷത്ര ഭൂപൃതം, ഭൂമി, മറ്റുള്ള അധോലോകങ്ങള്, ദിക്കുകള്, ആകാശം, അതുപോലെ വ്യോമം, ഗ്രഹം, നക്ഷത്ര ഭൂപൃതം, നക്ഷത്രങ്ങള്, ഗ്രഹങ്ങള്, പർവ്വതങ്ങള്, സരസ്സുകള്, സമുദ്രങ്ങള്, ദീപങ്ങള്, ഇവരൊക്കെ പ്രത്യേകത എന്താണ്? ഈ സമുദ്രത്തിന്റെ പോലെ അല്ല പർവ്വതം. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, പ്രത്യേകത എന്തൊക്കെയാണ്, ഇവരിയ്ക്കുന്നത് ഏതൊക്കെ പ്രാണികളാണ്, ഏതൊക്കെ സ്ഥലങ്ങളിൽ ജീവിക്കുന്നത്, അതും വ്യക്തമാക്കി വന്നു. സമുദ്രദ്വീപാനം സംഭവശ്ചൈതോക. സമുദ്രത്തിലൊക്കെ വലിയ വലിയ ജീവികളൊക്കെ ഉണ്ട്, ആനയേക്കാൾ വലിയ ജീവികളൊക്കെ. അപ്പൊ ഏതൊക്കെ ജീവികൾ എവിടെയൊക്കെ താമസിക്കുന്നു, അത് അവരൊക്കെ ധർമ്മം എന്താണ്, ഭൂമിയുടെ അവസ്ഥ എന്താണ്, ദിക്കുകളുടെ അവസ്ഥ, അധോലോകങ്ങളുടെ അവസ്ഥ, ആകാശത്തിന്റെ അവസ്ഥ, അതുപോലെ ഗ്രഹങ്ങള്, നക്ഷത്രങ്ങള്, പിന്നെ പർവ്വതങ്ങള്, സമുദ്രങ്ങള്, ദ്വീപ്, ഇതൊക്കെ വേറെ വേറെ വ്യക്തമാക്കിയിട്ട് പറഞ്ഞ് ബോധിപ്പിക്കുന്നതാണ്. പ്രമാണ മണ്ഡകോശസ്യ ബാഹ്യാഭ്യന്തര ഭേദത മഹതാം ചാനുചരിതം വർണ്ണാശ്രമ വിനിശ്ചയ.
ഈ ഉള്ളിലും പുറത്തും ഒരുപോലെ ശോഭിക്കുന്ന ആളാ ഭഗവാൻ. പ്രമാണമണ്ഡകോശസ്യ ബാഹ്യാഭ്യന്തരഭ്യ, പുറത്തും അകത്തും ഒരുപോലെ ശോഭിക്കുന്ന ആളാ ഈശ്വരൻ. ആ ഈശ്വരന്റെ മഹിമയെ വ്യക്തമാക്കണം. ഭഗവാൻ എത്രത്തോളം അളവിലാണ് നിൽക്കുന്നത്. മഹാന്മാരുടെ ചരിതങ്ങള്, മഹത്തുക്കളുടെ ചരിത്രങ്ങളും അതുപോലെ ഭഗവാന്റെ മഹിമയും ഭഗവാനെ സേവിക്കുന്ന മഹാത്മാക്കളുടെ ചരിത്രങ്ങളും വർണ്ണാശ്രമധർമ്മങ്ങളും. ഓരോരുത്തർക്കും ഓരോരോ കർമ്മം ചെയ്യാൻ വർണ്ണധർമ്മവും ആശ്രമവും വേറെ പറയുന്നുണ്ട്. അത് ഏതൊക്കെ വർണ്ണങ്ങള് ഏതൊക്കെ കർമ്മങ്ങളാണ് ചെയ്യേണ്ടത് എന്നും അതൊക്കെ വ്യക്തമാക്കിയിട്ട് പറഞ്ഞു. വർണ്ണധർമ്മങ്ങളും പറയണം, ആശ്രമധർമ്മങ്ങളും പറയണം, മഹാത്മാക്കളുടെ ചരിത്രങ്ങളും പറയണം. ഉള്ളിലും പുറത്തും ശോഭിക്കുന്ന ഈശ്വരന്റെ മഹിമ വ്യക്തമാക്കുന്ന അതൊക്കെ പറയണം. അവതാര അനുചരിതം യത് ആശ്ചര്യതമം ഹരേന്ന് യുഗാനി യുഗമാനം ച ധർമ്മോ യശ്ച യുഗേ യുഗേ. ഭഗവാന്റെ അവതാരം വിശേഷിച്ച് അവതാര അനുചരിതം, ഭഗവാന്റെ അവതാരങ്ങള് അതും അത്യത്ഭുതമായ ശ്രീഹരിയുടെ അവതാരങ്ങള്. യത് ആശ്ചര്യതമം ഹരേ, ശ്രീഹരിയുടെ അത്യത്ഭുതമായ ഭഗവാന്റെ അവതാര ലീലകള് വിസ്തരിച്ച് വർണ്ണിക്കണം. പിന്നെ യുഗാനി യുഗമാനഞ്ച ധർമ്മോ യശ്ച യുഗേ യുഗേ. ഓരോരോ യുഗത്തിലും യുഗധർമ്മം വേറെ പറയുന്നുണ്ട്. ഓരോ യുഗത്തിൻ്റെയും ധർമ്മം വേറെ വേറെ പറയുന്നുണ്ട്. ആ ഓരോരോ യുഗങ്ങളും ഏതാണ്, യുഗത്തിലെ ഈശ്വര ആരാധനവിധി എന്താണ്, യുഗധർമ്മം എന്താണ്. ഓരോ യുഗം തോറും ധർമ്മമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഓരോരോ യുഗത്തിലും യുഗധർമ്മം എന്താണ്, ഭഗവാനെ സേവിക്കേണ്ട വിധി എന്തൊക്കെയാണ്, ഇത് മുഴുവൻ വ്യക്തമാക്കിയിട്ട് പറയണമെന്നാണ്. ഇനി കുറെ ചോദിക്കുന്നത്, നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വന്ദിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗുരുവായൂരപ്പ, പ്രശ്നവിധി എന്ന് പറയുന്ന അധ്യായം ഇത്തരം ചോദ്യങ്ങൾ എന്തൊക്കെയാ ചോദിക്കേണ്ടതെന്ന് പോലും ഇന്നത്തെ ലോകത്ത് സാധാരണക്കാർക്ക് അറിയില്ല. അതുകൊണ്ട് ഭഗവാൻ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിൻ്റെ ഉത്തരങ്ങൾ ഭാഗവതത്തിലൂടെ നമ്മെ കേൾപ്പിക്കുന്നു. ആ ധന്യധന്യമായ ഭാഗവത കഥ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആചാര്യനെ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിക്കാം. ഒരു 4 മണി കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും തുടങ്ങാം. ഹരേ ഗുരുവായൂരപ്പ.